Good evening. ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് പ്ലാനിങ് ആൻഡ് ഷെഡ്യൂളിങ്ങിന്റെ സെക്ഷനാണ് നോക്കാൻ പോകുന്നത്. സോ എന്താണ് നമ്മുടെ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ്? നമ്മൾ കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ പ്ലാനിങ് ആൻഡ് ഷെഡ്യൂളിംഗ് തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്താണ് നമ്മുടെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് തുടങ്ങണം. സോ എന്താണ് ഒരു ടെമ്പററി എൻഡവർ ആണല്ലേ ഒരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ, അതിൽ നിന്ന് നമ്മൾ എന്താ ഒരു യുണീക്ക് സർവീസ് അല്ലെങ്കിൽ ഒരു യുണീക്ക് പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ടേക്കപ്പ് ചെയ്യുന്ന ഒരു ടെമ്പററി എൻഡവറിനാണ് കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ കൺസ്ട്രക്ഷൻ കേസിൽ, അതായത് കൺസ്ട്രക്ഷൻ കേസിലാവുമ്പോൾ അതെന്തെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ ഫെസിലിറ്റി ആയിരിക്കാം, ലൈക്ക് ബിൽഡിംഗ് അല്ലെങ്കിൽ എന്താ ഒരു ഇൻഫ്രാസ്ട്രക്ചർ അസംബ്ലേജിനോ എന്തിനും നമ്മൾ എന്താ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് എന്ന് പറയാം. സോ ഒരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിൽ ഒരുപാട് സീരീസ് ഓഫ് കോംപ്ലക്സ് ആയിട്ടുള്ള ഇന്റർ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ആൻഡ് ടാസ്ക് വരുന്നുണ്ട്. ആൻഡ് ഈച്ച് ടാസ്ക് ആൻഡ് ഈ ആക്ടിവിറ്റീസ് ഒരുപാട് റിസോഴ്സസ് അതുപോലെ തന്നെ ടൈം കൺസ്യൂം ചെയ്തിട്ടാണ് ആ ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നത്. ആൻഡ് ഈ ഓരോ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റും എന്തായിരിക്കണം, ഒരു ലിമിറ്റഡ് ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ, ഒരു ലിമിറ്റഡ് ടൈമിൽ അല്ലെങ്കിൽ സ്പെസിഫൈഡ് ടൈമിൻ്റെ ഉള്ളിൽ, ആ ലിമിറ്റഡ് ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം. ദെൻ എന്തൊക്കെ ടൈപ്പ് ഓഫ് റിസോഴ്സസ് ആണ് നമ്മുടെ ഒരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിൽ വരുന്നതെന്ന് വെച്ചാൽ, മെറ്റീരിയൽ റിസോഴ്സസ് ഉണ്ട്, നമ്മൾ സൈറ്റിലാണെങ്കിലും എല്ലായിടത്തും യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ റിസോഴ്സസ്. ദെൻ മാൻ പവർ റിസോഴ്സസ്, സ്കിൽഡ് ലേബേഴ്സ് ആയിരിക്കും, അൺസ്കിൽഡ് ലേബേഴ്സ് ആയിരിക്കും, അതർ മേസൺസ് ലേബേഴ്സ് എല്ലാം വരുന്ന മാൻ പവർ റിസോഴ്സസ്. പിന്നെ എക്യുപ്മെന്റ് റിസോഴ്സസ്, അതുപോലെ തന്നെ ടൈം. ഓരോ ആക്ടിവിറ്റി അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ ടാസ്കും ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ്. സോ അതിനെല്ലാം കറസ്പോണ്ടിങ് അതിനായിട്ടുള്ള ടൈം റിസോഴ്സസ്. ദെൻ അതുപോലെ തന്നെ സ്പേഷ്യൽ റിക്വയർമെന്റ്സ് ഓഫ് സ്പേസ് റിസോഴ്സസ്. ഈ ഫേസസ് ഓഫ് കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ്. സോ 3 phases ആണുള്ളത്: പ്രീ പ്രോജക്ട് ഫേസ്, ദെൻ പ്രോജക്ട് ഫേസ് ആൻഡ് പോസ്റ്റ് പ്രോജക്ട് ഫേസ്. സോ പ്രീ പ്രോജക്ട് ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആക്ച്വൽ കൺസ്ട്രക്ഷൻ പ്രാക്ടീസിലോട്ട് കിടക്കുന്നില്ല, അതിന് മുമ്പത്തെ ഫേസ് ആണ് പ്രീ പ്രോജക്ട് ഫേസ്. സോ അത് 3 ഫേസ് വരുന്നുണ്ട് അതിൽ: ഐഡിയ ഓർ ഇനീസിയേഷൻ ഫേസ്, ദെൻ പ്രോജക്ട് കൺസെപ്റ്റ് ഫേസ് ആൻഡ് ഫീസിബിലിറ്റി ഫേസ്. ഐഡിയ ഓർ ഇനീസിയേഷൻ ഫേസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം തന്നെ ആ ഒരു ഐഡിയ വരുവാണ്, ആ ഒരു പോസിബിൾ ആയിട്ടുള്ള പ്രോജക്ട്സിനെ ഐഡന്റിഫൈ ചെയ്യുക. ദെൻ പ്രോജക്ട് കൺസെപ്റ്റ് ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം വെച്ച് നമ്മൾ അതിന്റെ ഒരു കൺസെപ്റ്റിലോട്ട് എത്താം. ആൻഡ് ഫീസിബിലിറ്റി ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കൺസെപ്റ്റ് ഫീസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അത് എക്കണോമിക്കലി ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ബെനിഫിറ്റ്സ് ആണ്, ഇപ്പം പബ്ലിക്കിന് ബെനിഫിറ്റ് ആവുന്ന പ്രോജക്റ്റ് ആണെങ്കിൽ അങ്ങനെ. സോ ഏത് രീതിയിലാണോ അതിന്റെ ഫീസിബിലിറ്റി ഉള്ള ഫീസിബിൾ ആയിട്ടുള്ള പ്രോജക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഓർ ആ ഒരു ഓർഗനൈസേഷന് ഫീസിബിൾ ആയിട്ട് വരുമോ എന്ന്. ആൻഡ് ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ ആ ഒരു പ്രോജക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ദെൻ പ്രോജക്ട് ഫേസ് ആണ്. ഈ പ്രോജക്ട് ഫേസിലാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ വരുന്നത്. അതിലെ ഫസ്റ്റ് വൺ ആണ് ബേസിക് ഡിസൈൻ ഫേസ്. സോ ഒരു എഞ്ചിനീയറിംഗ് ഓർഗനൈസേഷനോ ആർക്കിടെക്റ്റോ ആ ഒരു ബേസിക് ഡിസൈൻ ഡെവലപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പൊ ടെൻഡറിങ് കൊടുക്കാനുള്ള, കോൺട്രാക്ട് കൊടുക്കാനുള്ള പ്രോജക്ട്സ് ആണെങ്കിൽ അതിനാവശ്യമായുള്ള ഡോക്യുമെന്റേഷൻ, അതുപോലെ തന്നെ മെറ്റീരിയൽസ് പ്രൊക്യൂർമെന്റ്സ്, അതിനൊക്കെ റിക്വയർഡ് ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻസ് ചെയ്യും. ദെൻ ഡീറ്റെയിൽ ഡിസൈൻ ഫേസ്. ഇത് എന്താ ഇൻ ഹൗസ് ആയിട്ട് ഇപ്പോൾ കോൺട്രാക്ട് കൊടുക്കാൻ, ഇത് ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് കോൺട്രാക്ട്, ഒന്നെങ്കിൽ കോൺട്രാക്ട് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇത് ചെയ്യുന്ന എഞ്ചിനീയറിംഗ് ഫേം ആയിരിക്കും ഡീറ്റെയിൽ ഡിസൈൻ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് ടെൻഡറിങ് ഫേസ്. സോ ടെൻഡേഴ്സ് റേസ് ചെയ്ത് അത് നമ്മുടെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ബിഡറിന് നമ്മുടെ ടെൻഡർ അവാർഡ് ചെയ്ത് അവരുടെ ടൈപ്പ് ഓഫ് കോൺട്രാക്ടിനെ ബേസ് ചെയ്തിട്ട് ആ വർക്ക് എക്സിക്യൂട്ട് ചെയ്യും. ദെൻ എക്സിക്യൂഷൻ ഫേസ്, അതായത് അവിടെ ആ ഒരു സ്റ്റേജിലാണ് എന്താ ആക്ച്വൽ കൺസ്ട്രക്ഷൻ നടക്കുന്നത്. ആക്ച്വൽ കൺസ്ട്രക്ഷൻ നടക്കുന്ന എക്സിക്യൂഷൻ ഫേസിലാണ്. ദെൻ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ക്ലോഷർ ഫേസ്. സോ ക്ലോഷർ ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് എന്ത് ചെയ്തു, ഈ ഒരു കൺസ്ട്രക്ഷൻ ഫെസിലിറ്റി ആ ക്ലയന്റിന് ഹാൻഡ് ഓവർ ചെയ്തു. ദെൻ പോസ്റ്റ് പ്രോജക്ട് ഫേസ്, അതായത് നമ്മൾ കൺസ്ട്രക്ഷൻ എല്ലാം കഴിഞ്ഞ് ആ ഒരു കോൺട്രാക്ടർ ആണ് ഇപ്പോൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തെങ്കിൽ അത് ക്ലയന്റിന് ഹാൻഡ് ഓവർ ചെയ്തു. ദെൻ വരുന്ന 2 ഫേസ് ആണ് യൂട്ടിലൈസേഷൻ ഫേസ് ആൻഡ് ക്ലോസ് ഡൗൺ ഫേസ്. സോ യൂട്ടിലൈസേഷൻ ഫേസ് മീൻസ് ആ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ക്ലയന്റ് ആ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന ടൈം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഇന്റൻഡ് ലൈഫ് സ്പാനിൽ വരുന്നതാണ് എന്താ യൂട്ടിലൈസേഷൻ ഫേസ്. ദെൻ ക്ലോസ് ഡൗൺ ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റൻഡ് ലൈഫ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പ്രോജക്റ്റിനെ എന്താ ഡിസ്മാൻഡിൽ ചെയ്ത് ഡിസ്പോസ് ചെയ്യും.
സോ അതാണ് പോസ്റ്റ് പ്രോജക്ട് ഫേസിൽ വരുന്ന രണ്ട് ഫേസ്, യൂട്ടിലൈസേഷൻ ഫേസ് ആൻഡ് ക്ലോസ് ഡൗൺ ഫേസ്. നെക്സ്റ്റ് നമ്മൾ ഇനി കൺസ്ട്രക്ഷൻ മാനേജ്മെന്റിലോട്ട് കിടക്കുകയാണ്. ആൻഡ് മെയിൻലി കൺസ്ട്രക്ഷൻ മാനേജ്മെന്റിൽ 3 ഫേസസ് ആണുള്ളത്: കൺസ്ട്രക്ഷൻ പ്ലാനിങ്, കൺസ്ട്രക്ഷൻ ഷെഡ്യൂളിംഗ് ആൻഡ് കൺട്രോളിംഗ് ആൻഡ് മോണിറ്ററിംഗ്. സോ കൺസ്ട്രക്ഷൻ പ്ലാനിങ്ങിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആക്ച്വലി പ്ലാൻ ചെയ്യുവാണ്, എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, എവിടെയാണ് ആരൊക്കെയാണ് ആ ഒരു വർക്ക് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നതാണ് കൺസ്ട്രക്ഷൻ പ്ലാനിങ്. ദെൻ കൺസ്ട്രക്ഷൻ ഷെഡ്യൂളിംഗിൽ നമ്മൾ ആ ഒരു എത്രത്തോളം റിസോഴ്സസ് ആണ് ഓരോ ആക്ടിവിറ്റിയും ടേക്കപ്പ് ചെയ്യുന്നതെന്നെല്ലാം ഫൈൻഡ് ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ എത്രത്തോളം ടൈം ആൻഡ് റിസോഴ്സസ് കൺസ്യൂം ചെയ്യുന്നുള്ളത് അലോക്കേറ്റ് ചെയ്യുക, ഈ റിസോഴ്സസ് ആൻഡ് ടൈം. ആൻഡ് അതുപോലെ തന്നെ കൺട്രോളിംഗിൽ വരുന്നതാണ് നമ്മൾ ആ ഒരു പ്രോജക്റ്റ് ആക്ച്വൽ പ്രാക്ടീസിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത പോലെയാണോ നമ്മുടെ ആ ഒരു പ്രോജക്റ്റ് പോകുന്നതെന്ന് മോണിറ്റർ ചെയ്യുക. അതുപോലെ ഇനി അപ്ഡേറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം പ്രോഗ്രസ് മോണിറ്റർ ചെയ്യാം, അതുപോലെ തന്നെ അപ്ഡേറ്റിംഗ് ചെയ്യാം. സോ നെക്സ്റ്റ് കൺസ്ട്രക്ഷൻ പ്ലാനിങ്. കൺസ്ട്രക്ഷൻ പ്ലാനിങ്ങിൽ പറയുന്നതാണ്, അതായത് പ്ലാനിങ്ങിൽ വരുന്നതാണ് നമ്മൾ, അതായത് എന്താണ് നമ്മൾ ആക്ച്വലി ചെയ്യാൻ പോകുന്നത്, സോ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് അതിൽ വേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഇൻവോൾവ് ആവുന്നത്, സോ എങ്ങനെയാണ് ഈ പറയുന്ന അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് എല്ലാം എങ്ങനെയാണ് ചെയ്യേണ്ടത്, ആരാണ് ചെയ്യേണ്ടത്, ആ ഒരു ഫ്യൂച്ചർ ലൈൻ ഓഫ് ആക്ഷൻ ഡിസൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ കൺസ്ട്രക്ഷൻ പ്ലാനിങ് എന്ന് പറയുന്നത്. നമ്മൾ ആക്ച്വൽ വർക്കിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ അതെങ്ങനെയൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ എക്സിക്യൂട്ട് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻവോൾവ് ആവുന്നതെന്നൊക്കെ നമ്മൾ നേരത്തെ ഡിസൈഡ് ചെയ്യുക അല്ലെങ്കിൽ പ്ലാൻ ചെയ്യാം. സോ ഈ സ്റ്റേജിൽ നമ്മൾ ഓരോ സ്ട്രാറ്റജീസ് നമ്മൾ സെറ്റപ്പ് ചെയ്യും, ആ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ പോളിസീസ് എല്ലാം വെച്ചിട്ട് നമ്മൾ ഓരോ സ്ട്രാറ്റജീസ് സെറ്റപ്പ് ചെയ്യും, എങ്ങനെയാണ് നമുക്ക് ആ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ആൻഡ് ഇതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിൽ എന്താ ഒരുപാട് റിസോഴ്സസ് ഇൻവോൾവ് ആവുന്നുണ്ട്, ലൈക്ക് മാൻ പവർ, എക്യുപ്മെന്റ്, മണി. ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ പ്ലാനറിന്റെ ടാസ്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒപ്റ്റിമം ഈ ഓരോ റിസോഴ്സസിന്റെ ഒപ്റ്റിമം യൂസേജിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ റിക്വയർഡ് അല്ലെങ്കിൽ പ്രിസ്ക്രൈബ്ഡ് ടൈമിൽ ആ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് കൺസ്ട്രക്ഷൻ പ്ലാനിങ്. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്നത് 3 പ്ലാനിലാണ് വരുന്നത്. സിമ്പിൾ, ഇറ്റ് ഷുഡ് ബി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന പ്ലാൻ ഷുഡ് ബി സിമ്പിൾ ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ. അതുപോലെ തന്നെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്ലാൻ ആയിരിക്കണം. ആൻഡ് ഓൾസോ നമ്മുടെ പ്ലാൻ ഫ്ലെക്സിബിൾ ആയിരിക്കണം. നമുക്ക് ഫ്യൂച്ചർ എന്തെങ്കിലും ചേഞ്ചസ് വരുവാണെങ്കിൽ അതെല്ലാം ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പ്രോഗ്രസ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പ്ലാൻ ആയിരിക്കണം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്ലാനിങ്. സോ മെയിൻ ഒബ്ജക്റ്റീവ്, നമുക്ക് ഒരുപാട് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, ലൈക്ക് പ്രോപ്പർ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് നോക്കുക, അല്ലെങ്കിൽ പ്രോപ്പർ ടൈമിൽ പ്രൊക്യൂർമെന്റ് ചെയ്യുക, നമുക്ക് ഒരുപാട് പ്രോപ്പർ ഡിസൈൻ മെയിൻറ്റെയിൻ ചെയ്യുക, സ്റ്റാൻഡേർഡ്സ് കീപ്പ് അപ്പ് ചെയ്യുക. സോ അതെല്ലാം നമ്മുടെ ഒബ്ജക്റ്റീവ്. മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കണം, ഇറ്റ് ഈസ് ടു എക്സിക്യൂട്ട് ദ പ്രോജക്ട് മോസ്റ്റ് എക്കണോമിക്കലി ഇൻ ടേംസ് ഓഫ് ടൈം ആൻഡ് കോസ്റ്റ്. ആ ഒരു എക്കണോമിക് ആയിട്ട് ആ ഒരു ടൈമിന്റെ കോസ്റ്റിന്റെ ഉള്ളിൽ ആ ഒരു പ്രോജക്റ്റിനെ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. Then types of plan, 4 types of plan ഉണ്ട്: standing plan, single use plan, strategic plan and administrative plan. So standing plan എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഫേമിന്റെ റൂൾസും പോളിസീസ് ഒക്കെ വെച്ച് ആ ഒരു മാനേജ്മെന്റ് റൂൾസും പോളിസീസ് ഒക്കെ ഇൻകോപ്പറേറ്റ് ചെയ്യുന്ന പ്ലാൻ ആണ് സ്റ്റാൻഡിംഗ് പ്ലാൻ എന്ന് പറഞ്ഞാൽ. ദെൻ സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറയുമ്പോൾ സിംഗിൾ യൂസ് എന്ന് പറയുന്ന പോലെ തന്നെ എന്താ ഒരു സിംഗിൾ പർപ്പസ് അല്ലെങ്കിൽ സിംഗിൾ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ജനറേറ്റ് ചെയ്യുന്ന പ്ലാൻ ആണ് സിംഗിൾ യൂസ് പ്ലാൻ ഓർ സിംഗിൾ യൂസ് പ്ലാൻ. ദെൻ സ്ട്രാറ്റജിക് പ്ലാൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ ഓർഗനൈസേഷന്റെ എല്ലാ ആസ്പെക്ട്സും കംപ്ലീറ്റ് ചെയ്യുക, അതിന്റെ ഓർഗനൈസേഷന്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ഓർഗനൈസേഷന്റെ പുറത്ത് വരുന്ന കാര്യങ്ങളും എല്ലാ ആസ്പെക്റ്റും കൂടെ കംപ്ലീറ്റ് ഇൻകോപ്പറേറ്റ് ചെയ്ത്, അതുപോലെ ഓർഗനൈസേഷന്റെ ഫ്യൂച്ചർ ആസ്പെക്ട്സും കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന പ്ലാനാണ് സ്ട്രാറ്റജിക് പ്ലാൻ. അത് ടെക്നിക്കൽ പ്ലാൻ ആയിരിക്കാം, ഫിനാൻഷ്യൽ പ്ലാൻ ആയിരിക്കാം, എൻവയോൺമെന്റൽ പ്ലാൻ ആയിരിക്കാം, ഫ്യൂച്ചർ ആസ്പെക്ട്സ് വരുന്നതായിരിക്കും. ആ ഒരു രീതിയിൽ പ്ലാൻ ചെയ്യുന്നതാണ് സ്ട്രാറ്റജിക് പ്ലാൻ. Then next one ആണ് അഡ്മിനിസ്ട്രേറ്റീവ് പ്ലാൻ. സോ അത് ഓർഗനൈസേഷന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ഇൻസൈഡ് ഓഫ് ദി ഓർഗനൈസേഷനിൽ നിന്ന് പ്ലാൻ ചെയ്യുന്നതാണ് അഡ്മിനിസ്ട്രേറ്റീവ് പ്ലാൻ. സോ ഇതാണ് 4 ടൈപ്സ് ഓഫ് പ്ലാൻ വരുന്നത്. ദെൻ സ്റ്റേജസ് ഓഫ് പ്ലാനിങ്. നമുക്ക് 3 സ്റ്റേജസ് ഉണ്ട് പ്ലാനിങ്ങിൽ: പ്രീ പ്ലാനിങ്, ഡീറ്റെയിൽഡ് പ്ലാനിങ്, മോണിറ്ററിങ് ആൻഡ് കൺട്രോൾ. സോ പ്രീ പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
നമ്മൾ എന്താ ഒരു പ്രോജക്റ്റ് ടേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആ ഒരു പ്രോജക്റ്റ് എടുക്കാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ ഇത് ചെയ്യുന്ന ഡിസൈഡ് ചെയ്യേണ്ട സ്റ്റേജിൽ പ്ലാൻ ചെയ്യുന്നതിനാണ് പ്രീ പ്ലാനിങ് എന്ന് പറയുന്നത്. ദെൻ ഡീറ്റെയിൽഡ് പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വർക്കപ്പ് ടേക്കപ്പ് ചെയ്ത് കഴിഞ്ഞ് ദെൻ ഓൾ ഡീറ്റെയിൽഡ് ഡിസൈനിങ് ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും എത്രത്തോളം റിസോഴ്സ് വേണം, അതുപോലെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നതാണ് ഡീറ്റെയിൽ പ്ലാനിങ്. അതുപോലെ തന്നെ മോണിറ്ററിങ് ആൻഡ് കൺട്രോൾ എന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ പ്രോജക്റ്റ് എടുത്തു കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ പ്രോഗ്രസ് മോണിറ്റർ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ആസ് പെർ ഷെഡ്യൂൾ അല്ല ഒരു പ്രോജക്റ്റ് റൺ ചെയ്യുന്നെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യും, റീഷെഡ്യൂൾ ചെയ്യുകയും ചെയ്യുന്നതൊക്കെയാണ് എന്താ മോണിറ്ററിങ് ആൻഡ് കൺട്രോൾ. ദെൻ നെക്സ്റ്റ് ആണ് ഏരിയാസ് ഓഫ് പ്ലാനിങ്. സോ ടൈം പ്ലാൻ, അതായത് നമ്മൾ റിസോഴ്സ് ടൈം അലോക്കേറ്റ് ചെയ്യുക, എത്രത്തോളം ടൈമാണ് ഓരോ ആക്ടിവിറ്റീസിനും കൺസ്യൂം ചെയ്യുന്നതെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതിനനുസരിച്ച് നമ്മൾ ടൈം പ്ലാൻ ചെയ്യുന്നതിനാണ് എന്താ ടൈം പ്ലാൻ എന്ന് പറയുന്നത്. ദെൻ മാൻ പവർ പ്ലാൻ, ലേബർ റിക്വയർമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അത് എത്രത്തോളം ഓരോ സ്റ്റേജ് ഓഫ് ആക്ടിവിറ്റിയിൽ അല്ലെങ്കിൽ ഓരോ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ടാസ്ക് പെർഫോം ചെയ്യാൻ എത്രത്തോളം മാൻ പവർ റിക്വയർമെന്റ് ഉണ്ട്. ദെൻ മെറ്റീരിയൽ പ്ലാൻ എന്ന് പറയുമ്പോൾ മെറ്റീരിയൽസിന് പ്ലാൻ ചെയ്യാം, ഓരോ സ്റ്റേജസിൽ അല്ലെങ്കിൽ ഓരോ ആക്ടിവിറ്റീസിൽ എത്രത്തോളം മെറ്റീരിയൽ റിസോഴ്സസിന്റെ അവൈലബിലിറ്റി ഉണ്ട്, ഏത് സ്റ്റേജിലാണ് വേണ്ടത്, അതുപോലെ എപ്പോൾ നമ്മൾ പ്രൊക്യൂർ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നതാണ്. ദെൻ എക്യുപ്മെന്റ് പ്ലാൻ എന്ന് പറയുമ്പം എക്യുപ്മെന്റ് റിക്വയർമെന്റ്സ്, നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഇൻവോൾവ് ആണ്. അപ്പോൾ ഹോയിസ്റ്റിംഗ് എക്യുപ്മെന്റ്സ് വേണമായിരിക്കും, ക്രെയിൻസ് പോലത്തെ എക്യുപ്മെന്റ്സ് വേണമായിരിക്കും. സോ എല്ലാം ഏത് സ്റ്റേജിൽ അല്ലെങ്കിൽ ഏത് ആക്ടിവിറ്റിക്കാണ് ആ ഒരു എക്യുപ്മെന്റ് വേണ്ടത്, അതുപോലെ ഏതൊക്കെ എക്യുപ്മെന്റ്സ് ഏത് സ്റ്റേജിലാണ് ഐഡിയൽ ആയിട്ടിരിക്കുക അല്ലെങ്കിൽ വർക്കിംഗ് ആയിട്ട് വരിക, അതെല്ലാം പ്ലാൻ ചെയ്യുന്നതാണ് എക്യുപ്മെന്റ് പ്ലാൻ. ആൻഡ് ഒബ്വിയസ്ലി അടുത്തതാണ് ഫിനാൻഷ്യൽ പ്ലാൻ. നമ്മുടെ ആ ഒരു പ്രോജക്റ്റ് റൺ ചെയ്യണമെങ്കിൽ നമുക്ക് ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സ് ഉണ്ട്, ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ അതുപോലെ അതിന്റെ സോഴ്സസ് അതുപോലത്തെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതാണ് ഫിനാൻഷ്യൽ പ്ലാൻ. ദെൻ സ്റ്റെപ്സ് ഇൻ പ്ലാനിങ്. സ്റ്റെപ്സ് ഇൻ പ്ലാനിങ്ങിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഒബ്ജക്റ്റീവ്സ്. നമ്മുടെ ആ ഒരു പ്രോജക്റ്റിന്റെ ഒബ്ജക്റ്റീവ്സ് ഡിഫൈൻ ചെയ്യുന്നതാണ്, എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. ദെൻ അടുത്ത സ്റ്റെപ്പാണ് ഡിഫൈനിങ് വർക്ക് ടാസ്ക് ആൻഡ് ജനറേറ്റ് വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ. സോ മെയിൻ ഒബ്ജക്റ്റിനെ നമ്മൾ ഓരോ സ്മോൾ എലമെന്റ്സ് അല്ലെങ്കിൽ അതിന്റെ സബ് എലമെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. ആ ഒരു ഹൈറാർക്കിയൽ ഓർഡറിൽ ഡിവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം അതടുത്ത് എന്താണെന്ന് പറയാം. സോ ഒരു വലിയ ഒബ്ജക്റ്റിന് നമ്മൾ അതിന്റെ ഒബ്ജക്റ്റീവിനെ എന്താ, ഇപ്പോൾ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുവാണ്, അതാണ് നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ് എങ്കിൽ ആ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള വർക്ക് ടാസ്ക് അല്ലെങ്കിൽ എത്രയാണ് ഓരോ സബ് എലമെന്റ്സ് വരുന്നതെന്നുള്ളത് അതിനെല്ലാം ഡിഫൈൻ ചെയ്യാം. ദെൻ ഈ ഓരോ ആക്ടിവിറ്റീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഏത് ആക്ടിവിറ്റി കഴിഞ്ഞിട്ടാണ് ഏത് ആക്ടിവിറ്റി സോ ആ ഒരു റിലേഷൻഷിപ്പ് പ്രസിഡൻസ് റിലേഷൻഷിപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ദെൻ എസ്റ്റിമേറ്റ്, ഓരോ ആക്ടിവിറ്റിക്കും എത്രത്തോളം ആക്ടിവിറ്റി ഡ്യൂറേഷൻ വരുന്നുണ്ടെന്ന് ഇത് ചെയ്യുക, അതുപോലെ തന്നെ ഓരോ ആക്ടിവിറ്റിക്കും എത്രത്തോളം റിസോഴ്സസ് റിക്വയർഡ് ആണെന്നുള്ളത് എസ്റ്റിമേറ്റ് ചെയ്യുക. സോ ഇതാണ് ആ ഒരു പ്ലാനിങ്ങിലെ സ്റ്റെപ്സ് വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ. ഇപ്പൊ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു നമ്മുടെ ഏറ്റവും മേജർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവിനെ നമ്മൾ അതിനെ സബ് ഡിവൈഡ് ചെയ്ത് വർക്ക് എലമെന്റ്സ് ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യും. സോ വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ എന്നൊരു ഹൈറാർക്കിയൽ സ്ട്രക്ചർ ആണ്. അതിനെ എന്താ ലോജിക്കലി നമ്മൾ അതിനെ സബ് ഡിവൈഡ് ചെയ്തിട്ട് ഓൾ വർക്ക് എലമെന്റ്സ് ആയിട്ട് സബ് ഡിവൈഡ് ചെയ്ത് അതിനൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ചെയ്യുക. സോ ആ ഒരു ഫുൾ സ്കോപ്പ് ഓഫ് വർക്ക് ആയിരിക്കും നമ്മൾ ഏറ്റവും ടോപ്പിൽ വെക്കുന്നത്. സോ ഇതിലിപ്പോൾ ഒരു എക്സാമ്പിൾ ആണ് കാണിച്ചിരിക്കുന്നത്. ഈ ഹൗസ് കൺസ്ട്രക്ഷൻ ആണെന്ന് വിചാരിക്കുക. അപ്പൊ സോ അതിലെ ആ ഹൗസ് കൺസ്ട്രക്ഷൻ ആണ് ആ ഒരു ഫുൾ സ്കോപ്പ് ഓഫ് വർക്ക് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഏറ്റവും ടോപ്പിൽ വെക്കുക. ദെൻ അതിനെ സബ് ഡിവൈഡ് ചെയ്യുക. ആ ഫുൾ സ്കോപ്പ് ഓഫ് വർക്കിനെ സബ് ഡിവൈഡ് ചെയ്ത് സ്മോളർ എലമെന്റ്സ് ആക്കുക. അതാണ് അടുത്ത ലെവലിൽ വരുന്നത്. അതായത് ഒരു ഹൗസ് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ എന്തൊക്കെ വർക്ക് ഉണ്ടാവും, സിവിൽ വർക്ക്സ് ഉണ്ടാവാം, പ്ലംബിംഗ് വർക്ക്സ് ഉണ്ടാവാം, ഇലക്ട്രിക്കൽ വർക്ക്സ് ഉണ്ടാവാം. സോ അത് ആ ഒരു ഹൗസ് മെയിൻ ആയിട്ടുള്ള ഒരു ഫുൾ സ്കോപ്പ് ഓഫ് വർക്കിനെ അതിനെ സബ് ഡിവൈഡ് ചെയ്യുക. അതാണ് ഫസ്റ്റ് സബ് 3 ഇതിലോട്ട് ഡിവൈഡ് ചെയ്യുക. ദെൻ ആ ഒരു സ്മോളർ എലമെന്റ്സിനും അതിൻ്റെയും ലോവസ്റ്റ് ലെവലിലോട്ട് സബ് ഡിവൈഡ് ചെയ്യുക. അതിനാണ് എന്താ വർക്ക് പാക്കേജ് എന്ന് പറയുന്നത്. ഈ ഏറ്റവും ലോവർ ലെവലിൽ വരുന്ന ഇതിനാണ് നമ്മൾ വർക്ക് പാക്കേജ് എന്ന് പറയുന്നത്. ഇപ്പൊ സിവിൽ വർക്ക് ആണെങ്കിൽ അതെന്താ ക്യാൻ ബി ഹൗസ് ആകുമ്പോൾ ഫൗണ്ടേഷൻ വർക്ക്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ വോൾ അല്ലെങ്കിൽ റൂഫ് കൺസ്ട്രക്ഷൻ ഉണ്ടാവാം. പ്ലംബിംഗ് ആണെങ്കിൽ ഇപ്പൊ പൈപ്പിംഗ് എന്ന് വരും. അതുപോലെ ഇലക്ട്രിക്കൽ വർക്ക്സ് ആണെങ്കിൽ വയറിംഗ്, ഫിറ്റിംഗ്സ്, അങ്ങനത്തെ വർക്ക്സ് വരാം. സോ ഇതാണ് എന്താ വർക്ക് പാക്കേജസ് എന്ന് പറഞ്ഞാൽ. ഇനി ഈ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന വർക്ക് പാക്കേജിന്
അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ എന്നുള്ള വർക്ക് പാക്കേജ് അച്ചീവ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ടാസ്ക് ചെയ്യണം എന്നുള്ളതാണ് എന്താ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് പ്രൊജക്ട് ആക്ടിവിറ്റീസ് ഈ ഓരോ വർക്ക് പാക്കേജസിൽ നിന്നുമാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. സോ ഫുൾ സ്കോപ്പ് ഓഫ് വർക്ക് അതിൻ്റെ വർക്ക് എലമെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു, അതിനെ സ്പെസിഫിക് വർക്ക് പാക്കേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ദെൻ അതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഓരോ പ്രോജക്റ്റ് ആക്ടിവിറ്റീസ് ആയിട്ട് നമ്മൾ അതിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യും. ദെൻ കൺസ്ട്രക്ഷൻ ഷെഡ്യൂളിംഗ്. സോ കൺസ്ട്രക്ഷൻ ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എത്രത്തോളം എസ്റ്റിമേറ്റ് ചെയ്തു, എത്രത്തോളം ടൈം റിക്വയർമെന്റ് ഉണ്ട്, അതുപോലെ എത്രത്തോളം റിസോഴ്സസ് റിക്വയർമെന്റ് ഉണ്ടെന്ന് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തു. ഇനി ഇതിനെല്ലാം എന്ത് ചെയ്യുക, നമ്മുടെ ഒരു ആക്ടിവിറ്റിക്കും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. സോ അത് ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്ലാൻഡ് വർക്ക് ഫംഗ്ഷനിൽ എന്താ അതിന്റെ സ്റ്റാർട്ട് ഡേറ്റ് എത്രയാണ്, കംപ്ലീഷൻ ഡേറ്റ് എത്രയാണെന്ന് അസൈൻ ചെയ്ത് അതിനെ ഒരു സീക്വൻഷ്യൽ മാനറിൽ നമ്മൾ സെറ്റപ്പ് ചെയ്തെടുക്കുക. അതിനാണ് നമ്മൾ ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. അതായത് ആക്ച്വൽ ആക്ടിവിറ്റീസിന് ടൈം ഓർഡറിൽ നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യാം. അതുപോലെ തന്നെ എത്രത്തോളം ഓരോ സ്റ്റേജ് ഓഫ് കൺസ്ട്രക്ഷനിലും എത്രത്തോളം റിസോഴ്സസ് റിക്വയർമെന്റ് ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ആൻഡ് ഓൾസോ ഈ കൺസ്ട്രക്ഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. നമുക്ക് പല ടൈപ്പ് ഓഫ് ഷെഡ്യൂൾസ് ഉണ്ട്. മെറ്റീരിയൽ ഷെഡ്യൂൾസ് ഉണ്ട്, ലേബർ ഷെഡ്യൂൾസ് ഉണ്ട്, അത് കൺസ്ട്രക്ഷൻ ഷെഡ്യൂൾസ് ഉണ്ട്. സോ അങ്ങനെ ഇൻഡിവിജ്വലി നമ്മൾ ആ ഒരു ഷെഡ്യൂൾസ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. Then steps in scheduling. സോ അതിന് തന്നെ ഡീറ്റെയിൽഡ് കൺട്രോൾ ഇൻഫോർമേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക ഒരു പ്രോജക്റ്റിന്റെ. പിന്നെ അസൈൻ ചെയ്യുക ടൈംസ്, അതുപോലെ ഇവന്റ്സിനും ആക്ടിവിറ്റീസിനും ടൈം അസൈൻ ചെയ്യുക. ദെൻ റിസോഴ്സസ് കൺസിഡർ ചെയ്യുക, ഓരോ ആക്ടിവിറ്റിക്കും എത്രത്തോളം റിസോഴ്സസ് ആണ് വരുന്നതെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ആൻഡ് ഓൾസോ ഈ ഓരോ റിസോഴ്സസ് കറസ്പോണ്ടിങ് ആക്ടിവിറ്റീസിന് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഈസ് പ്രോജക്ട് കൺട്രോളിംഗ്. സോ പ്രോജക്ട് കൺട്രോളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ആക്ച്വൽ പ്രോജക്റ്റ് ഓപ്പറേഷൻ്റെ ടൈമിലാണ് എന്താ പ്രോജക്ട് കൺട്രോളിംഗ് വരുന്നത്. ആൻഡ് ഈ പ്ലാനിങ് ആൻഡ് ഷെഡ്യൂളിംഗ് നമ്മൾ ചെയ്യുന്നത് പ്രോജക്റ്റിന്റെ സ്റ്റാർട്ടിങ്, അതായത് ആക്ച്വൽ എക്സിക്യൂഷന് മുമ്പാണ് നമ്മൾ പ്ലാനിങ് ആൻഡ് ഷെഡ്യൂളിംഗ് ചെയ്യുന്നത്. നമ്മുടെ പ്രോജക്ട് കൺട്രോളിംഗ് ആണ് ആക്ച്വൽ എക്സിക്യൂഷൻ ടൈമിൽ വരുന്നത്. ആൻഡ് നമ്മൾ റിവ്യൂ ചെയ്യും, അതായത് ആക്ച്വൽ ഷെഡ്യൂൾ നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ആ ഷെഡ്യൂളും അതുപോലെ ആക്ച്വലി എങ്ങനെയാണ് ആ ഒരു വർക്ക് എക്സിക്യൂട്ട് ചെയ്ത് പോകുന്നതെന്നും നമ്മൾ റിവ്യൂ ചെയ്യും. എന്നിട്ട് അതിൽ എന്തെങ്കിലും ഡീവിയേഷൻസ്, നമ്മുടെ ആ ഒരു ബേസിക് പ്ലാനിൽ നിന്ന് എന്തൊക്കെ ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഡീവിയേഷൻസ് വരുന്നുണ്ടോ എന്ന് ഡിറ്റർമൈൻ ചെയ്യും. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഡീവിയേഷൻസ് വരുന്നതെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് നമ്മൾ റീഷെഡ്യൂൾ ചെയ്ത് ആ ഒരു പ്രോജക്റ്റിന് നമുക്ക് റിക്വയർമെന്റ് അനുസരിച്ച് ഫിനിഷ് ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ ഈ ഡീവിയേഷൻസ് കോമ്പൻസേറ്റ് ചെയ്യാൻ നോക്കും. അതാണ് പ്രോജക്ട് കൺട്രോളിംഗ്. സ്റ്റെപ്സ് ഇൻ കൺട്രോളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആദ്യം തന്നെ എസ്റ്റാബ്ലിഷ് ലൈക്ക് നമ്മൾ പ്രോജക്റ്റിൽ എന്താ ആദ്യം തന്നെ നമ്മൾ ഇത്രത്തോളം ടൈമാണ് ഒരു ആക്ടിവിറ്റി വരുന്നത്, അല്ലെങ്കിൽ ഇത്രത്തോളം റിസോഴ്സസ് എടുക്കും എന്നൊക്കെ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ടാർഗറ്റ് ഫിക്സ് ചെയ്യുമായിരിക്കും. ഇപ്പോൾ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ ഇത്ര പെർട്ടിക്കുലർ ടൈം ഉണ്ടെന്നുള്ളത് നമ്മൾ ടാർഗറ്റ് ഫിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മുടെ ആക്ച്വൽ എക്സിക്യൂഷൻ ടൈമിലാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം എന്ത് ചെയ്യും, ഈ നമ്മുടെ ഫിക്സഡ് ടാർഗറ്റിന്റെ ഉള്ളിൽ ഈ ആ ഒരു ആക്ടിവിറ്റി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കും. സോ അതായത് നമ്മൾ സ്റ്റാൻഡേർഡ്സ് ആയിട്ട് നമ്മൾ പെർഫോമൻസ് മെഷർ ചെയ്യും. ഇനിയിപ്പോൾ ഇൻ കേസ് ഡീവിയേഷൻസ് ഉണ്ട്, നമുക്ക് ആ ഒരു ടൈമിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ ആ ഡീവിയേഷൻസ് എന്തൊക്കെയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ എന്ത് ചെയ്യുക, നമുക്ക് എങ്ങനെ ആ ഡീവിയേഷൻസ് ഓവർകം ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെയൊക്കെ അതിന് ഡീവിയേറ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് നമ്മൾ ടേക്കപ്പ് ചെയ്യാം. അതാണ് സ്റ്റെപ്സ് വരുന്നത് കൺട്രോളിംഗിൽ സ്റ്റെപ്സ്. ദെൻ മെത്തേഡ് ഓഫ് പ്ലാനിങ്, ഷെഡ്യൂളിംഗ് ആൻഡ് കൺട്രോളിംഗ് ആണ് അടുത്ത ടോപ്പിക്. സോ മെത്തേഡ്സ് ഓഫ് പ്ലാനിങ്, ഷെഡ്യൂളിംഗ് ആൻഡ് കൺട്രോൾ ഓഫ് ഷെഡ്യൂളിംഗ് ടൂൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 3 ടൈപ്സ് ആണ്. ബേസിക് ആയിട്ട് നമ്മൾ നോക്കുന്ന 3 ടൈപ്സ് ഓഫ് ഷെഡ്യൂളിംഗ് ടൂൾസ് ആണ്. ബാർ ചാർട്ട്സ് ഓർ ഗാണ്ട് ചാർട്ട്സ്, ദെൻ മൈൽ സ്റ്റോൺ ചാർട്ട്സ് ആൻഡ് നെറ്റ്വർക്ക് ഡയഗ്രാംസ്. നമുക്ക് ഇതിലും കൂടുതൽ ടൂൾസ് അവൈലബിൾ ആണ്, ബട്ട് ബേസിക് ആയിട്ട് നമ്മൾ ഈ 3 ടൂൾസ് ആണ് ഫോക്കസ് ചെയ്യാറുള്ളത്. ദെൻ ഫസ്റ്റ് വൺ ആണ് ബാർ ചാർട്ട് ഓർ ഗാണ്ട് ചാർട്ട്. ആൻഡ് ബാർ ചാർട്ട് ഓർ ഗാണ്ട് ചാർട്ട് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഹെൻറി ഗാണ്ട് ആണ് അറൌണ്ട് 1900 AD. ആൻഡ് ഇത് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്, വേരിയസ് ആക്ടിവിറ്റീസിന്റെ ഒരു ഗ്രാഫിക്കൽ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണ്. അതിൽ ബാർ ചാർട്ടിൽ നമ്മൾ ആക്ടിവിറ്റീസ് നമുക്കറിയാം, ഒരു
വൈ ആക്സിസിൽ നമ്മൾ ആക്ടിവിറ്റീസിനെ റെപ്രസെന്റ് ചെയ്യും. എന്തൊക്കെയാണ് നമ്മളൊരു പ്രൊജക്റ്റിൽ വരുന്നത്. ഇപ്പം ഒരു ഫൗണ്ടേഷൻ കോൺക്രീറ്റ് ചെയ്യാനാണെങ്കിൽ നമ്മൾ ആദ്യം എക്സ്കവേഷൻ മുതലുള്ള നമ്മുടെ ആക്ടിവിറ്റീസ്, എക്സ്കവേഷൻ ചെയ്യുക, പിന്നെ നമ്മൾ സോ ആ ഒരു ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ വൈ ആക്സിസിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ദെൻ എക്സ് ആക്സിസിൽ ഈ ഓരോ ആക്ടിവിറ്റീസിന്റെ റിക്വയർഡ് ആയിട്ടുള്ള ടൈം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ടൈമാണ് നമ്മൾ വൈ ആക്സിസിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് ഓരോ ആക്ടിവിറ്റിയുടെ നമ്മൾ ബാർ ചാർട്ടായിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റിയുടെ ബിഗിനിങ്ങും എൻഡും റെപ്രസെന്റ് ചെയ്യുന്ന ആക്ടിവിറ്റിയുടെ സ്റ്റാർട്ട് ടൈമും അതുപോലെ തന്നെ ഫിനിഷ് ടൈമുമാണ്. ആൻഡ് അതുപോലെ ബാറിന്റെ ലെങ്ത്, ആ ലെങ്ത് ഷോ ചെയ്യുന്നത് ആ ടൈം റിക്വയർമെന്റ് ആണ്. ആ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ട ടൈം റിക്വയർമെന്റ് ആണ് ആ ബാറിന്റെ ലെങ്ത് ഷോ ചെയ്യുന്നത്. Then advantages and disadvantages of bar chart. So advantage എന്ന് നമുക്കറിയാം, അത് പിക്ചോറിയൽ സിമ്പിൾ ആണ്, ഇറ്റ് ഈസ് ഈസി ടു ഡ്രോ ആൻഡ് അണ്ടർസ്റ്റാൻഡ്. നമുക്ക് സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സണൽ ഒന്നും വേണ്ട, നമുക്ക് അതിന്റെ കംപ്ലീഷൻ ടൈമും അതുപോലെ തന്നെ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി. സോ ഇതിൽ പ്രോഗ്രസ് നമുക്കൊരു പെർസെൻറ്റേജിൽ മാത്രമാണ് നമുക്ക് അതിൽ നിന്ന് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു പ്രോഗ്രസ് നമുക്ക്, ആക്ച്വൽ പ്രോഗ്രസ് നമുക്ക് ഡീറ്റെയിൽഡ് നമുക്ക് ബാർ ചാർട്ടിൽ നിന്ന് കിട്ടില്ല. ജസ്റ്റ് ഒരു പെർസെൻറ്റേജ് മാത്രം, ഒരു ബാറിൽ നമുക്ക് എത്ര പെർസെൻറ്റേജ് കംപ്ലീറ്റഡ് ആയി നമുക്ക് അത് നിങ്ങൾ ബാർ ചാർട്ട് വരുമ്പോൾ കുറച്ച് ഷെയ്ഡഡ് പോർഷൻ കാണിച്ച് ഇത്ര പെർസെൻറ്റേജ് കംപ്ലീറ്റഡ് ആയി എന്ന് കാണിക്കാം. അത് അല്ലാതെ ഡീറ്റെയിൽഡ് കംപ്ലീഷൻ നമുക്ക് കിട്ടില്ല. ദെൻ റിസോഴ്സ് റിക്വയർമെന്റ്സ്, അതായത് ഇത്ര ഡ്യൂറേഷനിലാണ് ഈ ഒരു ആക്ടിവിറ്റി എന്ന് അറിയാം. അപ്പം അത്രത്തോളം ഡ്യൂറേഷനിൽ എത്രത്തോളം റിസോഴ്സസ് വേണമെന്ന് നമുക്ക് വേണമെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാം. ആൻഡ് അതെന്താണ്, ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ തരും. ആ ഒരു ആക്ടിവിറ്റി, ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റിയുടെ സ്റ്റാർട്ട് ടൈമും എൻഡ് ടൈമും തമ്മിലുള്ള എൻഡ് ടൈമും നമുക്ക് കിട്ടും. ദെൻ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാർജ് പ്രോജക്ട്സിനൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. മൈനർ പ്രോജക്ട്സിനാണ് ബാർ ചാർട്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് ഇന്റർ ഡിപ്പെൻഡൻസീസ്, ഓരോ ആക്ടിവിറ്റീസും തമ്മിലുള്ള ഒരു ഇന്റർ ഡിപ്പെൻഡൻസീസ് നമുക്ക് കിട്ടില്ല. അതായത് ഒരു ഇപ്പോൾ പെർട്ടിക്കുലർ ആക്ടിവിറ്റി, ഒരു ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് തമ്മിലുള്ള ഇന്റർ ഡിപ്പെൻഡൻസീസ് നമുക്ക് കിട്ടില്ല. അതുപോലെ തന്നെ അൺസർട്ടനിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് ബാർ ചാർട്ടിൽ നിന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ക്രിട്ടിക്കൽ ആൻഡ് നോൺ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് തമ്മിൽ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റില്ല. ദെൻ ഇന്റർ റിലേഷൻസും നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യില്ല. അതുപോലെ എന്തെങ്കിലും ഡിലേ ഉണ്ടെങ്കിൽ നമുക്ക് അതും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓൾസോ ഫിനാൻഷ്യൽ പ്രോഗ്രസിനെ കുറിച്ചും ഒരു ഐഡിയ തരില്ല. അതുപോലെ തന്നെ കൺവെൻഷണൽ ബാർ ചാർട്ട് നമുക്ക് വർക്കിന്റെ പ്രോഗ്രസ് നമുക്ക് അതിൽ നിന്ന് അറിയാൻ പറ്റില്ല. പക്ഷെ അതിൽ തന്നെ പറയുന്നുണ്ട് നമുക്ക് എന്താ, ടിപ്പിക്കലി ഒരു പെർസെൻറ്റേജിൽ ഇത്രത്തോളം ആ ഒരു ആക്ടിവിറ്റി, ഇത്രത്തെ ആക്ടിവിറ്റിയുടെ പ്രോഗ്രസ് നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ ആക്ച്വൽ വർക്കിന്റെ പ്രോഗ്രസ് നമുക്ക് ഒരു ബാർ ചാർട്ടിൽ നിന്ന് കിട്ടില്ല. സോ ഇതൊരു ഗാൺ ചാർട്ടിന്റെ എക്സാമ്പിൾ ആണ് ഈ കാണിച്ചേക്കുന്നത്. അതായത് നമുക്ക് എന്താ, ആക്ടിവിറ്റീസ് ആണ് വൈ ആക്സിസിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ദെൻ അതിന്റെ കംപ്ലീഷൻ, ടൈം ഓഫ് കംപ്ലീഷൻ ആണ് എക്സ് ആക്സിസിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. സോ ആക്ടിവിറ്റി ഇപ്പൊ നോക്കുകയാണെങ്കിൽ കാണാം, എന്താ ഒരു ഹൗസ്, ഇതാണ് ഫൗണ്ടേഷൻ വരുന്നുണ്ട്. ഓർഡർ ആൻഡ് റിസീവ് മെറ്റീരിയൽസ്, ബിൽഡ് ചെയ്യുക, പെയിന്റ് ചെയ്യുക, കാർപ്പറ്റ്സ്, അതുപോലെ ഫിനിഷിംഗ് വർക്ക് ചെയ്യുക. സോ ഇതാണ് ആ ഒരു ആക്ടിവിറ്റീസ് വരുന്നത്. അതിന്റെ കംപ്ലീഷൻ ഡ്യൂറേഷൻ ആണ് കാണിച്ചേക്കുന്നത്. ഇതിന്റെ ഓരോ ബാറിന്റെ ലെങ്ത് റെപ്രസെന്റ് ചെയ്യുന്നത് ആ ഒരു ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷൻ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഈ ഒരു ആക്ടിവിറ്റിയുടെ സ്റ്റാർട്ട് ഡേറ്റും അതുപോലെ തന്നെ എൻഡ് ഡേറ്റും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ ആണ് മൈൽ സ്റ്റോൺ ചാർട്ട്. സോ ഈ ഒരു ഗാൺ ചാർട്ട് അല്ലെങ്കിൽ ബാർ ചാർട്ടിന്റെ മോഡിഫൈഡ് ഫോം ആണ് മൈൽ സ്റ്റോൺ ചാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ നമുക്ക് ബാർ ചാർട്ടിൽ നമുക്ക് കാണാം ഓരോ ആക്ടിവിറ്റീസ് അതേപടി സ്പെസിഫൈ ചെയ്ത് പോയേക്കണം. ഓരോ ബാർ സ്പെസിഫൈ ചെയ്ത് പോയേക്കുവാണ്. അപ്പം പക്ഷെ മൈൽ സ്റ്റോൺ ചാർട്ടിൽ നമ്മൾ മൈൽ സ്റ്റോൺസ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുവാണ്. അതൊരു മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡ്യൂറേഷൻ ഒന്നും അങ്ങനെ എടുക്കില്ല. പക്ഷെ ഒരുപാട് സെവറൽ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്ത് അല്ലൊരു അച്ചീവ്മെന്റ് ആണ് മൈൽ സ്റ്റോൺ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം ആ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ അച്ചീവ്മെന്റ് നമുക്ക് കിട്ടണമെങ്കിൽ എന്തായിരിക്കും, മൈൽ സ്റ്റോൺ വെച്ച് നമുക്കത് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. സോ മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ നോർമലി ഡ്യൂറേഷൻ ഒന്നുമല്ല, ഒരുപാട് ആക്ടിവിറ്റീസ് കൂടി വരുന്നതിനാണ് ഒരുപാട് ആക്ടിവിറ്റീസ് കമ്പൈൻ ചെയ്ത് വരുന്ന ഇതിനാണ് നമ്മളൊരു മൈൽ സ്റ്റോൺ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക. സോ നമുക്ക് ഈ മൈൽ സ്റ്റോൺസ്
നമുക്ക് ഇതിൽ ബാർ ചാർട്ടിൽ ഒരു ബാറ് ആ ഒരു ആക്ടിവിറ്റീനെ മാത്രമേ റെപ്രസെന്റ് ചെയ്യുന്നുള്ളൂ. സോ അതിൽ മൈൽ സ്റ്റോൺസിന് എന്ത് ചെയ്യാം, നമുക്ക് ഡിഫറെന്റ് സിംബൽസ് കൊടുത്ത് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. സോ ഈ മൈൽ സ്റ്റോൺസിനെ നമുക്ക് മെയിൻ ബാറിൽ നിന്ന് സ്പെസിഫിക് ആയിട്ട് നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇറ്റ് ഓൾസോ ഇല്ലസ്ട്രേറ്റ് കീ ഇവന്റ്സ്, ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റ്സ്, അതാണ് നമ്മുടെ മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ. സോ സിംബൽസ് യൂസ് ചെയ്തിട്ടാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. ആ ഒരു സിംബൽസിന് അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് സെറ്റ്സ് ഒന്നുമില്ല. നമുക്കത് ഏത് രീതിയിൽ, ഇപ്പം ഈ ഒരു എക്സാമ്പിൾ ആണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ആരോ ആയിട്ട് കാണിക്കാം, അല്ലെങ്കിൽ നമുക്കൊരു ഡയമണ്ട് ഫോമിൽ കാണിക്കാം. സോ അതെല്ലാം എന്താ, മൈൽ സ്റ്റോൺ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. മൈൽ സ്റ്റോൺ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു പർട്ടിക്കുലർ ഇവന്റ്, കീ ഇവന്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് നമ്മൾ അച്ചീവ് ചെയ്തു എന്നറിയാൻ വേണ്ടിയിട്ടാണ് മൈൽ സ്റ്റോൺസ് വരുന്നത്. സോ ഇതൊരു മൈൽ സ്റ്റോൺ ചാർട്ടിന് റെപ്രസെന്റ് ചെയ്യും. ഫ്ലാഗ് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ മൈൽ സ്റ്റോൺ ആണ്, അത് അച്ചീവ് ചെയ്തോന്ന് നമുക്ക് അറിയാൻ പറ്റും. കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം ബേസ്ഡ് ഓൺ ഈ ഒരു ബാർ ചാർട്ട് ആൻഡ് മൈൽ സ്റ്റോൺ ചാർട്ട്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പിക്ക് അപ്പ് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദി ഫോളോയിങ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ദ വേരിയസ് ഫങ്ഷൻസ് അണ്ടർ ഈച്ച് ആക്ടിവിറ്റി ആർ ഷോൺ ബൈ വൺ bar on bar charts. Then bar chart establishes the interdependency of one event on the other. Only approximate percentage of the completed work is reported. None of this. So incorrect statement find out ചെയ്യാൻ നമുക്കറിയാം, ബാർ ചാർട്ടിൽ നിന്ന് എന്താ ഒരു ആക്ടിവിറ്റി, ഒരു ബാർ ഷോ ചെയ്യുന്നത് എന്താ, ആ ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റി ആണ്. ദെൻ ബാർ ചാർട്ട് എസ്റ്റാബ്ലിഷസ് ഇന്റർഡിപെൻഡൻസീസ്. അപ്പൊ നമുക്ക് അറിയാം ബാർ ചാർട്ട് എന്താ, ഓരോ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഇവന്റ്സ് തമ്മിലുള്ള ഇന്റർഡിപെൻഡൻസീസ് നമുക്ക് ഷോ ചെയ്യുന്നില്ല. സോ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വിൽ ബി ഓപ്ഷൻ ബി. Then various activities of a project are shown on a bar chart by vertical lines, horizontal lines, dots and crosses. പറഞ്ഞിട്ടുണ്ട് various activities horizontal lines or horizontal bars ആയിട്ടാണ് bar chart represent ചെയ്യുന്നത്. Then time and progress chart of a construction is also known as bar chart, Gantt chart, modified milestone chart. So it is all of the above. എല്ലാ ചാർട്ട്, ബാർ ചാർട്ട് ഓർ Gantt chart or milestone chart എന്താ, ടൈം ആൻഡ് പ്രോഗ്രസ് ആണ് നമുക്ക് തരുന്നത്. Then bar charts are suitable for minor works, major works, large projects and all of the above. So bar charts എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സിമ്പിൾ ചാർട്ട്സ് ആണ്. നമുക്ക് അതിൽ നിന്ന് ഇന്റർഡിപെൻഡൻസീസ് കിട്ടില്ല, അൺസർട്ടനിറ്റീസ് കിട്ടില്ല, ഡിലേസ് ഒന്നും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല, അതുപോലെ പ്രോഗ്രസ് ഓഫ് വർക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റില്ല. സോ ബാർ ചാർട്ട്സ് ആർ സ്യൂട്ടബിൾ ഫോർ മൈനർ വർക്ക്സ്. Then which of the following is a weakness of a bar chart? The interdependencies of activities, project progress, uncertainties, all of the above. So ഇതൊന്നും നമുക്ക് എന്താ, ഇതെല്ലാം നമ്മുടെ ബാർ ചാർട്ടിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല, അതൊരു ഡ്രോബാക്ക് ആണെന്ന് പറയാം. അതായത് ഇന്റർഡിപെൻഡൻസീസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല, പ്രോജക്ട് പ്രോഗ്രസും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല, അതുപോലെ അൺസർട്ടനിറ്റീസും നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റില്ല. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി. Then consider the following statements. In the bar chart planning, interdependencies of the operations cannot be portrayed. So അത് നമുക്ക് ട്രൂ ആണ്. Then progress of work can be measured, നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. Then spare time of the activities can be determined, അത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. ഓൾസോ ഷെഡ്യൂൾ cannot be updated and that is true. So ബാർ ചാർട്ടിനെ കൺസിഡർ ചെയ്യുമ്പോൾ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞപ്പോൾ 1, 2 and 3 കറക്റ്റ് ആണ്, അല്ല. ഇപ്പൊ നമ്മുടെ ഓപ്ഷൻ ബി ആണ്, അതായത് 1 and 4 ഇന്റർഡിപെൻഡൻസീസ് ഓഫ് ഓപ്പറേഷൻസ് cannot be portrayed and schedule cannot be updated. Then next question, milestone charts were invented the year. It is milestone chart is invented in the year 1940. Then milestone chart shows the interdependencies of various jobs, then depicts delay of jobs if any, and points outgoing ahead of schedule of jobs if any. സോ ഇതൊന്നും പറഞ്ഞാൽ ഒരു മോഡിഫിക്കേഷൻ ആണ്. നമുക്ക് ആ മെയിൻ ആയിട്ട് ഒരു ഡിഫറൻസ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, മൈൽ സ്റ്റോൺസ് ഉണ്ട്, ആ ഒരു കീ ഇവന്റ്സിന്റെ അച്ചീവ്മെന്റ്സ് നമുക്ക് അറിയാൻ പറ്റും. ഇതും എന്താ പറഞ്ഞ പോലെ ഇന്റർഡിപെൻഡൻസീസ് ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഡിലേയും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. സോ ഇതിന്റെ ഓപ്ഷൻ ബി ആണ്. Then next question, for the supply of materials of concrete, formwork, reinforcing and placing of concrete, and removal of formwork and curing of concrete, number of bars required in a bar chart. അപ്പൊ നമുക്ക് ഈസ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ബാർ ചാർട്ടിൽ നമ്മൾ പറയുന്ന ഓരോ ആക്ടിവിറ്റിയും റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്, ഓരോ ആക്ടിവിറ്റിയും റെപ്രസെന്റ് ചെയ്യുന്നത്
ഒരു ബാർ, സിംഗിൾ ബാർ വെച്ചിട്ടാണ്. അപ്പൊ ഇതിൽ എത്ര ആക്ടിവിറ്റീസ് പറയുന്നുണ്ട്? സപ്ലൈ ഓഫ് മെറ്റീരിയൽസ് ഓഫ് കോൺക്രീറ്റ് ഉണ്ട്, ഫോം വർക്ക് റീഇൻഫോഴ്സിംഗ് ആൻഡ് പ്ലേസിംഗ് ഓഫ് കോൺക്രീറ്റ് രണ്ടാമത്തെ ആക്ടിവിറ്റി, ദെൻ റിമൂവൽ ഓഫ് ഫോം വർക്ക് ആൻഡ് ക്യൂറിംഗ് ഓഫ് കോൺക്രീറ്റ്, സോറി, ഫോർ സപ്ലൈ ഓഫ് മെറ്റീരിയൽസ് ഓഫ് കോൺക്രീറ്റിന് റിമൂവൽ എത്ര നമ്പർ ഓഫ് ബാർസ് ആണ് ബാർ ചാർട്ടിൽ വരുന്നതെന്നാണ്. സോ നമ്പർ ഓഫ് എന്താ ആക്ടിവിറ്റി ഏതാണ് വരുന്നത്? ഒരെണ്ണമാണ് വരുന്നത്. സോ ഓപ്ഷൻ എ. ദെൻ ഫസ്റ്റ് മെത്തേഡ് ഇൻവെന്റഡ് ഫോർ പ്ലാനിങ് ഒബ്ജക്റ്റീവ്സ്, പ്ലാനിങ് പ്രോജക്ട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാർ ചാർട്ട് ഉണ്ട്, മൈൽ സ്റ്റോൺ ചാർട്ട് ഉണ്ട്, ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് ഉണ്ട്, പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക് ഉണ്ട്. സോ നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഏറ്റവും കൺവെൻഷണൽ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന മെത്തേഡ് ബാർ ചാർട്ട് മെത്തേഡാണ്. ദെൻ കൺസ്ട്രക്ഷൻ ഷെഡ്യൂൾ ഇസ് പ്രിപ്പയർഡ് ആഫ്റ്റർ, കൺസ്ട്രക്ഷൻ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുന്നത് നമ്പർ ഓഫ് ഓപ്പറേഷൻസ് അറിഞ്ഞിരിക്കണം, ദെൻ ഔട്ട്പുട്ട് ഓഫ് ലേബർ അറിഞ്ഞിരിക്കണം, ഔട്ട്പുട്ട് ഓഫ് മെഷീനറി അറിഞ്ഞിരിക്കണം. സോ ഇതെല്ലാം അറിഞ്ഞിരുന്നാലാണ് എന്താ നമുക്ക് കൺസ്ട്രക്ഷൻ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ഹെൻറി ഗൺ ഡെവലപ്ഡ് ബാർ ചാർട്ട് ഫോർ പ്ലാനിങ് ആൻഡ് ഷെഡ്യൂളിംഗ് ഓഫ് ദി പ്രോജക്ട്സ് ഇൻ 1900, ദാറ്റ് ഇസ് 1900 AD ഹെൻറി ഗാണ്ട് ബാർ ചാർട്ട് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ആണ് നെറ്റ്വർക്ക് അനാലിസിസ്. സോ ഫസ്റ്റ് തന്നെ എലമെന്റ്സ് ഓഫ് നെറ്റ്വർക്ക് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ. സോ നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ നെറ്റ്വർക്കിൽ 2 എലമെന്റ്സ് ആണ് വരുന്നത്, ഇവന്റും അതുപോലെ തന്നെ ആക്ടിവിറ്റിയും. സോ ഇവന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ആദ്യം പറയാം. ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ആക്ച്വൽ പെർഫോമൻസ് ഓഫ് എ ടാസ്ക്, നമ്മൾ ആ ഒരു ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ആ ഒരു ആക്ച്വൽ പെർഫോമൻസ് അല്ലെങ്കിൽ അതിനാണ് നമ്മൾ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ കോൺക്രീറ്റിംഗ് ചെയ്യുവാണെങ്കിൽ ആ കോൺക്രീറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രൊസീജിയർ, ആ ഒരു ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രൊസീജിയറിനാണ് എന്താ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇനി ഇവന്റ് എന്ന് പറയുന്നത്, ഇവന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് ഓർ കംപ്ലീഷൻ ഓഫ് ആൻ ആക്ടിവിറ്റിക്കാണ് ഇവന്റ് എന്ന് പറയുന്നത്. സോ ഇപ്പൊ കോൺക്രീറ്റിംഗ് എന്ന് പറയുന്നതാണ് നമ്മുടെ ആക്ടിവിറ്റി എങ്കിൽ കോൺക്രീറ്റിംഗ് സ്റ്റാർട്ടഡ് അല്ലെങ്കിൽ കോൺക്രീറ്റിംഗ് കംപ്ലീറ്റഡ് എന്ന് പറയുന്നതാണ് ഇവന്റ്. സോ നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന നോഡ് വെച്ചിട്ടാണ് ഇവന്റ് റെപ്രസെന്റ് ചെയ്യുന്നത്. ജനറലി നമ്മൾ നോഡിൽ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഇവന്റ്, ആൻഡ് ആരോസ് വെച്ചിട്ടാണ് നമ്മൾ ആക്ടിവിറ്റി റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇതാണ് അതിന്റെ ഒരു ഫോമാറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവന്റ് 1 എന്ന് പറയുന്നത് ഇവന്റ് 1 അതിന് ആരോ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്ന ആക്ടിവിറ്റി 1 to 2, ആൻഡ് 2 എന്ന് പറയുന്ന ഈ ആക്ടിവിറ്റിയുടെ കംപ്ലീഷൻ ആണ് ഇവന്റ് 2 എന്ന് പറഞ്ഞ. ആക്ടിവിറ്റി 1 to 2യുടെ സ്റ്റാർട്ടിംഗ് ആണ് ഇവന്റ് 1 എന്ന് പറഞ്ഞ. Then types of events, first one ആണ് tail event, which means ഇപ്പൊ IJ ആണ് ആക്ടിവിറ്റി A, I ആണ് അതിന്റെ tail event, and അതിന്റെ completion ആണ് എന്താ head event എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. Then dual event എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇവന്റ് ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റിക്ക് ഹെഡ് ഇവന്റ് ആയിരിക്കും. എന്നാൽ ഇപ്പം ഈ ഒരു 5, 10, 15 എന്നുള്ള ആക്ടിവിറ്റിയിൽ അല്ലെങ്കിൽ AB എന്നുള്ള ആക്ടിവിറ്റിയിൽ ഇവന്റ് 10 എന്ന് പറയുന്നത് ആക്ടിവിറ്റി എനെ സംബന്ധിച്ചിടത്തോളം അത് അതിന്റെ ഹെഡ് ഇവന്റ് ആണ്. എന്നാൽ ആക്ടിവിറ്റി ബിനെ സംബന്ധിച്ചിടത്തോളം ഇവന്റ് 10 എന്ന് പറയുന്നത് അതിന്റെ ടെയിൽ ഇവന്റ് ആണ്. അതാണ് ഡുവൽ ഇവന്റ് എന്ന് പറഞ്ഞത്. ദെൻ ബേസ്റ്റ് ഇവന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഇവന്റ് ഉണ്ട്, അതിൽ നിന്ന് എന്താ ഒരുപാട് ഇവന്റ്സ് അറൈസ് ചെയ്ത് പോകുന്നു, അതാണ് ബേസ്റ്റ് ഇവന്റ്. മേർജ് ഇവന്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇവന്റ്സ് മേർജ് ചെയ്തൊരു സിംഗിൾ ഇവന്റിലോട്ട് വരുന്നു, അതാണ് മേർജ് ഇവന്റ്. ദെൻ ഇന്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇവന്റ്സ്. സോ നമുക്ക് പ്രെഡിസസർ ഇവന്റ് ആൻഡ് സക്സസർ ഇവന്റ് ആണുള്ളത്. സോ അതിൽ ഇപ്പൊ ഐ ജെയും ആണ് 2 ഇവന്റ്സ് എങ്കിൽ അതിൽ ഐ എന്ന് പറയുന്നതായിരിക്കും പ്രെഡിസസർ ഇവന്റ്, ആൻഡ് ജെ എന്ന് പറയുന്നതായിരിക്കും എന്താ ഐ കഴിഞ്ഞിട്ട് വരുന്നത്, സോ സക്സസർ ഇവന്റ്. നെക്സ്റ്റ് ഇസ് ദി ഇന്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആക്ടിവിറ്റീസ്. സോ ഫസ്റ്റ് വൺ ആണ് സീരിയൽ ആക്ടിവിറ്റി. സോ എ ആൻഡ് ബി, ആ ഒരു എ ബി അതാണ് ആ ഒരു സീരിയലി പോകുന്ന ആക്ടിവിറ്റീസിനാണ് നമ്മൾ സീരിയൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. സൈമൾട്ടേനിയസ് ആയിട്ട് ഒക്കർ ചെയ്യുന്ന 2 ആക്ടിവിറ്റികൾക്ക് നമുക്ക് 2 or 3 എത്രയാണ് നമ്പർ ഓഫ് ആക്ടിവിറ്റീസ് ഉള്ളത് അതിന് നമ്മൾ പാരലൽ ആക്ടിവിറ്റി എന്ന് പറയും. ദെൻ അതുപോലെ തന്നെ പ്രെഡിസസർ ആൻഡ് സക്സസർ ആക്ടിവിറ്റീസും ഉണ്ട്. സോ ആ ഒരു ഫസ്റ്റ് ഇപ്പൊ ആക്ടിവിറ്റി ഒരു കേസിൽ ആക്ടിവിറ്റി എ ആണ്. ഇപ്പൊ ആക്ടിവിറ്റി ബിനെ സംബന്ധിച്ചിടത്തോളം ആക്ടിവിറ്റി എ എന്ന് പറയുന്നത് ആക്ടിവിറ്റി ബിയുടെ പ്രെഡിസസർ ഇവന്റ് ആക്ടിവിറ്റി ആണ്. എന്നാൽ അതുപോലെ തന്നെ എന്താ എ എന്ന ആക്ടിവിറ്റിക്ക് ബി എന്ന് പറയുന്ന ആക്ടിവിറ്റി അതിന്റെ
സക്സസർ ആക്ടിവിറ്റി ആണ്. ആ പർട്ടിക്കുലർ ആക്ടിവിറ്റിനെ ഫോളോ ചെയ്യുന്നതാണ് സക്സസർ ആക്ടിവിറ്റി. Then types of activity relationships. For 4 types of activity relationships and finish to finish, finish to start, finish to finish, start to start and start to finish. The finish to start എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സക്സസർ ആക്ടിവിറ്റിക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ കറണ്ട് ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ മാത്രമാണ് സക്സസർ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഫിനിഷ് ടു ഫിനിഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിനിഷ് ഓഫ് സക്സസർ ആക്ടിവിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആ കറണ്ട് ആക്ടിവിറ്റിയുടെ ഫിനിഷിനെയാണ്. അതായത് കറണ്ട് ആക്ടിവിറ്റി ഫിനിഷ് ചെയ്താലാണ് സക്സസർ ആക്ടിവിറ്റി നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ സ്റ്റാർട്ട് ടു സ്റ്റാർട്ട് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ഓഫ് സക്സസർ ആക്ടിവിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് സ്റ്റാർട്ട് ഓഫ് കറണ്ട് ആക്ടിവിറ്റിനെയാണ്. അതുപോലെ തന്നെ സ്റ്റാർട്ട് ടു ഫിനിഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സക്സസർ ആക്ടിവിറ്റി ഫിനിഷ് ചെയ്യാൻ പറ്റില്ല അണ്ടിൽ നമ്മുടെ കറണ്ട് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാതെ. സോ ഇതാണ് ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഇതാണ് ഫിനിഷ് ടു സ്റ്റാർട്ട്. ദെൻ ബി കാണിച്ചിരിക്കുന്നതാണ് ഫിനിഷ് ടു ഫിനിഷ്. Then C represent ചെയ്തിരിക്കുന്ന start to start and D represent ചെയ്യുന്ന start to finish. Then overlap or lag. So overlap represent ചെയ്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ആ ഒരു കറണ്ട് ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യണം ആ ഒരു സക്സീഡിങ് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും മുമ്പ്, അത് എത്രത്തോളമാണ് ഓവർലാപ്പ് വരുന്നത്, അതാണ് ഓവർലാപ്പ് എന്ന് പറയുന്നത്. സോ ഓവർലാപ്പിന് നമ്മൾ നെഗറ്റീവ് ലാഗ് എന്നും കൂടി പറയും. പോസിറ്റീവ് ഓവർലാപ്പ് അല്ലെങ്കിൽ നെഗറ്റീവ് ലാഗ് എന്നാണ് പറയുന്നത്. ആൻഡ് ഇനി അതുപോലെ തന്നെ എത്രത്തോളം ആണ് കംപ്ലീറ്റ് ചെയ്താലാണ് ഇനി ആ ഒരു അടുത്ത ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എന്താ ഓവർലാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി അതുപോലെ തന്നെ ലാഗ് ഉണ്ട്, പോസിറ്റീവ് ലാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കറണ്ട് ആക്ടിവിറ്റി ഫിനിഷ് ചെയ്ത് എത്രത്തോളം കഴിഞ്ഞിട്ടാണ് സക്സസർ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്, അതാണ് ലാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് പോസിറ്റീവ് ലാഗ് എന്നും അതിനെ നെഗറ്റീവ് ഓവർലാപ്പ് എന്നും പറയും. ദെൻ നെക്സ്റ്റ് നമ്മൾ എങ്ങനെയാണ് പ്രോജക്ട് നെറ്റ്വർക്ക് വരയ്ക്കുന്നതെന്ന് വെച്ചാൽ പ്രോജക്ട് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് ആക്ടിവിറ്റീസ് ആൻഡ് അതിൻ്റെ റിലേഷൻഷിപ്പിന്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് നമ്മൾ പ്രോജക്ട് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. സോ അത് കൺസിസ്റ്റ് ഓഫ് സീരീസ് ഓഫ് ആരോസ് ആൻഡ് നോട്ട്സ്. അതിൽ നമ്മൾ പറഞ്ഞു ആക്ടിവിറ്റീസും ഉണ്ട് ഇവന്റ്സും ഉണ്ട്. സോ നമ്മൾ ഒരു നെറ്റ്വർക്ക് വരയ്ക്കുന്നതിനേക്കാളും മുമ്പ് ആദ്യം തന്നെ എൻഷുർ ചെയ്യണം ആ ഒരു പ്രോജക്റ്റിന് ഒരേ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റും അതുപോലെ തന്നെ ഒരേ ഒരു എൻഡ് പോയിന്റ് ആണ് ഉള്ളൂ എന്ന് നമ്മൾ എൻഷുർ ചെയ്യണം. അത് പോലെ തന്നെ ഇപ്പം ഒരു സ്റ്റാർട്ട് ആക്ടിവിറ്റിയുടെ ആവശ്യം വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വൺ ഓർ മോർ ആക്ടിവിറ്റീസ് നമുക്ക് പ്രെഡിസസേഴ്സ് ഒന്നും ഇല്ലാതെ വരിക. ആ ഒരു ടൈമിൽ നമ്മൾ ഏതാണ് നമ്മുടെ സ്റ്റാർട്ട് ആക്ടിവിറ്റി എന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ടി ഫിക്സ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ എൻഡ് ആക്ടിവിറ്റി വേണം. എന്താ ഒരുപാട് ആക്ടിവിറ്റീസിന് സക്സസർ ആക്ടിവിറ്റി ഒന്നും ഇല്ലാതെ വരുമ്പോഴും നമ്മൾ എന്താ ഏതാണ് നമ്മുടെ എൻഡ് ആക്ടിവിറ്റി എന്ന് ഫിനിഷ് ചെയ്യുക അല്ലെങ്കിൽ ഫിക്സ് ചെയ്യുക. അതുപോലെ തന്നെ നെറ്റ്വർക്ക് എപ്പോഴും ഒരു കണ്ടിന്യൂസ് ആയിരിക്കണം. അതായത് ഒരു ആക്ടിവിറ്റിക്കും എന്താ ഫസ്റ്റ് ആക്ടിവിറ്റിക്ക് സ്റ്റാർട്ടിങ് ആക്ടിവിറ്റിക്ക് പ്രെഡിസസർ ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ ലാസ്റ്റ് ആക്ടിവിറ്റിക്ക് സക്സീഡിങ് ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ദെൻ എറേഴ്സ് നെറ്റ്വർക്ക് വരയ്ക്കുമ്പോൾ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട എറേഴ്സ് ആണ് ഈ പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഒരു രണ്ട് ആക്ടിവിറ്റീസ് ഒരു ടെയിൽ ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ അതിന് സെയിം എൻഡ് ഇവന്റ് ഉണ്ടാവാൻ പാടില്ല. അതിന്റെ ഫിഗർ ആണ് കാണിച്ചത്. ഇപ്പം 1 എന്നുള്ള ഒരു അതായത് എ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി ആണെങ്കിൽ അതിന്റെ ഇവന്റ് സ്റ്റാർട്ടിങ് ഇവന്റ് ഏതാ 1ഉം എൻഡിങ് ഇവന്റ് 2 ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ രണ്ട് ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ ഈ സെയിം രണ്ട് ആക്ടിവിറ്റിക്കും സെയിം സ്റ്റാർട്ടിങ്ങും എൻഡ് പോയിന്റും ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിലൊരു ലോജിക്കൽ റിലേഷൻഷിപ്പ് കൊടുക്കും, ഒരു ഡമ്മി എന്നുള്ള ഒരു ആക്ടിവിറ്റി ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട്. ഈ ഡമ്മി ആക്ടിവിറ്റി ടൈം കൺസ്യൂമിങ് അല്ല, അതിന് ടൈം കൺസ്യൂമിങ് ഒന്നും അല്ല, അതൊരു ലോജിക്കൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഗ്രാമാറ്റിക്കൽ റിലേഷൻഷിപ്സ് ആണ് ഷോ ചെയ്യുന്നത്. ദെൻ ലൂപ്പിംഗ് എറർ ഷുഡ് നോട്ട് ബി ഫോംഡ് ഇൻ നെറ്റ്വർക്ക്. അതായത് ഒരു സൈക്ലിക് രീതിയിൽ നമ്മൾ ആക്ടിവിറ്റീസ് പോരുത്, അത് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആണ് നമ്മുടെ ആക്ടിവിറ്റീസ് നമ്മൾ പോകേണ്ടത്. ഇൻ നെറ്റ്വർക്ക് ദർ ഷുഡ് ബി ഓൺലി വൺ സ്റ്റാർട്ട് ഇവന്റ് ആൻഡ് വൺ എൻഡ് ഇവന്റ്. സെയിം ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു സ്റ്റാർട്ട് ഇവന്റും എൻഡ് ഇവന്റ് ആണ് ഉണ്ടാവാൻ പാടുള്ളൂ. ദെൻ ഡയറക്ഷൻ ഓഫ് ആരോ ഷുഡ് ഫ്ലോ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അവോയ്ഡിങ് മിക്സിംഗ് ഓഫ് ഡയറക്ഷൻ. നമുക്ക് ബാക്ക്വേർഡ് ആരോസ് വരയ്ക്കരുത്, ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആണ് നമ്മുടെ ആക്ടിവിറ്റി പോവാവുള്ളൂ. അതുപോലെ നമ്പർ ചെയ്ത് പോകണമെന്നും ആ ഒരു ഫോമിലായിരിക്കണം. ദെൻ റൂൾസ് ആൻഡ് കൺസേൺ പറഞ്ഞ പോലെ നോ സിംഗിൾ ആക്ടിവിറ്റി മോർ ദാൻ വൺസ് നമുക്ക് ഒരു നെറ്റ്വർക്കിൽ
റെപ്രസെന്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ ആക്ടിവിറ്റി എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ ഒരു പ്രാവശ്യമാണ് ആ ഒരു നെറ്റ്വർക്കിൽ ആക്ടിവിറ്റി എ ഉണ്ടാവാൻ പാടുള്ളൂ. ആൻഡ് അതുപോലെ തന്നെ ഈ ലെങ്ത് ഓഫ് ആരോക്ക് സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. ദെൻ ഇവന്റ് സ്റ്റാർട്ട് ഇവന്റിന് ഇവന്റ് നമ്പർ സ്റ്റാർട്ട് ഇവന്റിന് 1 എന്ന് നമ്പർ ചെയ്യുക. ദെൻ ഹയസ്റ്റ് നമ്പർ ഉള്ള ഇവന്റ് ആയിരിക്കണം അതിലെ ഏറ്റവും ലാസ്റ്റ് ഇവന്റ് അല്ലെങ്കിൽ എൻഡ് ഇവന്റ്. ദെൻ അതുപോലെ തന്നെ ഒരു ആക്ടിവിറ്റി അണ്ടർടേക്കൺ ചെയ്യുന്നേക്കാൾ മുമ്പ് അതിന് മുമ്പ് വരുന്ന എല്ലാ പ്രിസീഡിങ് ആക്ടിവിറ്റീസും കംപ്ലീറ്റഡ് ആയിരിക്കണം. ദാറ്റ് ഈസ് ആക്ടിവിറ്റിക്ക് ഒരു ലോജിക്കൽ സീക്വൻസ് ഉണ്ടാവണം ഓരോ ആക്ടിവിറ്റിയും തമ്മിൽ. ദെൻ നമ്പേഴ്സ് കൊടുക്കുന്നതിൽ ഡ്യൂപ്ലിക്കേഷൻ ഒന്നും ഉണ്ടാവാൻ പാടില്ല. പറഞ്ഞ പോലെ ആക്ടിവിറ്റീസിന്റെ കേസിലും ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവാൻ പാടില്ല. ഇവന്റ്സ് നമ്പർ ചെയ്യുന്ന കേസിലും ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവാൻ പാടില്ല. ദെൻ ഡമ്മി ആക്ടിവിറ്റീസ് നമ്മൾ നെസസറി ആയിട്ടുള്ള ടൈമിൽ മാത്രം യൂസ് ചെയ്യുക, കോംപ്ലക്സിറ്റി നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഒരു സ്റ്റാർട്ട് ഇവന്റ് ആൻഡ് എൻഡ് ഇവന്റ് ആണ് ഉണ്ടാവാൻ പാടുള്ളൂ. അതുപോലെ തന്നെ എത്ര നമ്പർ ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ടോ അത്രയും നമ്പർ ഓഫ് ആരോസ് ആണ് ആ ഒരു നെറ്റ്വർക്കിൽ ഉണ്ടാവാൻ പാടുള്ളൂ. ദെൻ നമ്മൾ 2 ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് ഡയഗ്രാംസ് ഉണ്ട്. ആക്ടിവിറ്റി ഓൺ ആരോ ഡയഗ്രാംസും ആക്ടിവിറ്റി ഓൺ നോഡ് ഡയഗ്രാംസും. അപ്പൊ അത് ആ ഒരു ഇത് കേട്ടുപോലെ തന്നെ എന്താ ആക്ടിവിറ്റി ഓൺ ആരോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആക്ടിവിറ്റീനെ റെപ്രസെന്റ് ചെയ്യുന്ന ആരോയുടെ മുകളിലായിരിക്കും. ആക്ടിവിറ്റി ഓൺ നോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ടിവിറ്റീനെ റെപ്രസെന്റ് ചെയ്യുന്ന നമ്മൾ നോഡിന്റെ ഉള്ളിലായിരിക്കും. ദെൻ ആക്ടിവിറ്റി ഓൺ ആരോ മീൻസ് എന്താ ആരോ റെപ്രസെന്റ് ചെയ്യുന്നത് ആക്ടിവിറ്റീസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആരോ ആയിരിക്കും. ആ നോഡ് ആ ഒരു കേസിൽ നോഡ് റെപ്രസെന്റ് ചെയ്യുന്നത് സ്റ്റാർട്ട് ആൻഡ് എൻഡ് ഓഫ് ആക്ടിവിറ്റി ആയിരിക്കും. ഇതാണ് ആക്ടിവിറ്റി ഓൺ ആരോ റെപ്രസെന്റേഷൻ വരുന്നത്. സോ ഈ ഒരു കേസിൽ IJ എന്ന് പറയുന്നതാണ് ഇവന്റ് ആൻഡ് ആരോയുടെ മുകളിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതാണ് ആക്ടിവിറ്റി എ. ഇനി അടുത്ത ആക്ടിവിറ്റി ബി എന്ന് പറയുന്ന ആരോയുടെ മുകളിൽ ആരോ ആണ് ആക്ടിവിറ്റി റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് സ്റ്റാർട്ട് ഓഫ് ആക്ടിവിറ്റി ബി. 5 എന്ന് പറയുന്ന ഇവന്റ് സ്റ്റാർട്ട് ഓഫ് ആക്ടിവിറ്റി ബി ആൻഡ് 10 എന്ന് പറയുന്ന ഇവന്റ് എൻഡ് ഓഫ് ആക്ടിവിറ്റി ബി. സോ ഈ ഒരു ഇതാണ് ആ ലോജിക്കൽ സീക്വൻസ് വരുന്നത്. ആക്ടിവിറ്റി എ കഴിഞ്ഞിട്ട് ആക്ടിവിറ്റി ബി വരുവാണെങ്കിൽ എന്താ നമുക്ക് പറയാൻ പറ്റുന്നത്, ആക്ടിവിറ്റി ബി ഡിപ്പെൻഡ്സ് ഓൺ ആക്ടിവിറ്റി എ. അതായത് ഈ ആക്ടിവിറ്റി എ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് എന്താ ആക്ടിവിറ്റി ബി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇത് അടുത്തത് വരെ ഇപ്പം നമുക്ക് നോക്കുവാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കറിയാം സി ഡിപ്പെൻഡ്സ് അപ്പോൺ എ ആൻഡ് ബി. സോ എ ആൻഡ് ബി കംപ്ലീറ്റ് ആയാൽ മാത്രമാണ് എന്താ സി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇത് നോക്കുക, ബി ആൻഡ് സി ഡിപ്പെൻഡ്സ് ഓൺ എ, വിച്ച് മീൻസ് ആക്ടിവിറ്റി എ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് ബി ആൻഡ് സി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ നോക്കാം activity A, B depends on activity C depends on A and B and also D depends on A and B. So ഈ ഒരു കേസിൽ നമുക്കിപ്പോൾ വിചാരിക്കുക ആക്ടിവിറ്റി സി ഡിപ്പെൻഡ്സ് ഓൺ എ ആൻഡ് ബി എന്ന് വിചാരിക്കുക. അപ്പോൾ എയും ബിയും കഴിഞ്ഞാൽ മാത്രമാണ് സി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ഡി ഡിപ്പെൻഡ് ചെയ്യുന്നത് ബിനെ മാത്രമാണ്. ഈ ഡി എന്നുള്ള ഒരു ആക്ടിവിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ ബി എന്നുള്ള ആക്ടിവിറ്റിനെ മാത്രമാണ്. എ ആയിട്ട് അതിനൊരു ഡിപ്പെൻഡൻസിയും ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് നെറ്റ്വർക്ക് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ എന്ത് പറ്റും, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക ഡി എയിലും കൂടി ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുക. സോ നമ്മൾക്ക് ഇങ്ങനെ വരയ്ക്കുന്നതിന് പകരം എന്ത് ചെയ്യാം, ഒരു ഡമ്മി പ്രൊവൈഡ് ചെയ്യുക. ഒരു ലോജിക്കൽ റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടി ഡമ്മി പ്രൊവൈഡ് ചെയ്യാം. അതായത് എന്താ, സി ഡിപ്പെൻഡ്സ് അപ്പോൺ എ ആൻഡ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി ആക്ടിവിറ്റി കഴിഞ്ഞ് സിയുടെ സ്റ്റാർട്ടിങ്ങിലോട്ട് ഒരു ഡമ്മി പ്രൊവൈഡ് ചെയ്യുക. ഡോട്ടഡ് ലൈൻസ് വെച്ചിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ടൈം ഒന്നും കൺസ്യൂം ചെയ്യാൻ, ടൈമോ റിസോഴ്സസോ കൺസ്യൂം ചെയ്യുന്നില്ല, ജസ്റ്റ് ആ റിലേഷൻ കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ വരുന്ന ഈ നെറ്റ്വർക്കിനെ ഈ ഒരു രീതിയിൽ നമ്മൾ വരയ്ക്കാം. അപ്പൊ അതായത് സി ഡിപ്പെൻഡ്സ് അപ്പോൺ എ ആൻഡ് ബി, അത് റെപ്രസെന്റ് ചെയ്യാനാണ് നമ്മൾ ആ ഒരു ഡമ്മി പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ആൻഡ് ബി ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ബി. ഇങ്ങനെയാണ് അത് കറക്റ്റ് ലോജിക്കൽ ആയിട്ടുള്ള നെറ്റ്വർക്ക് സീക്വൻസ് വരുന്നത്. ദെൻ പറഞ്ഞു എന്താ, സെയിം രണ്ട് ആക്ടിവിറ്റിക്ക് സെയിം സ്റ്റാർട്ട് ടൈം ആൻഡ് എൻഡ് ടൈം ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു. സോ അത് നമുക്ക് കറക്റ്റ്ലി എന്താ, അതും നമുക്കൊരു ഡമ്മി ആക്ടിവിറ്റി വെച്ചിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇപ്പോൾ 5 to 15 എന്നുള്ള ഇവന്റ് ആണ് എന്താ ആക്ടിവിറ്റി എ എന്ന് പറഞ്ഞ. ആൻഡ് അതുപോലെ തന്നെ ബി എന്നുള്ളൊരു ആക്ടിവിറ്റി ഉണ്ട്, അതും ഈ സെയിം ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്താ അതിനൊരു ഡമ്മി വെച്ച് റെപ്രസെന്റ് ചെയ്യാം. സോ ഡമ്മി ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 ഡ്യൂറേഷൻ ആണ്, റിസോഴ്സസ് ഒന്നുമില്ല, ഡാഷ് ലൈൻസ് ആണ് വെച്ചിട്ടുണ്ട്.
ഗ്രാമാറ്റിക്കൽ ആൻഡ് ലോജിക്കൽ റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടിയാണ് ഡമ്മി ആക്ടിവിറ്റി നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഡമ്മി ആക്ടിവിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ആക്ടിവിറ്റി ഓൺ ആരോ ഡയഗ്രത്തിലാണ്. ദെൻ ആക്ടിവിറ്റി ഓൺ നോഡ് ഡയഗ്രത്തിൽ നമ്മൾ പ്രസിഡൻസ് ഡയഗ്രാം മെത്തേഡ് എന്നും കൂടെ പറയും. അതിൽ നോട്ട്സ് ആണ് ആക്ടിവിറ്റീനെ റെപ്രസെന്റ് ചെയ്യുന്നത് ആൻഡ് ആരോ റെപ്രസെന്റ് ചെയ്യുന്ന ലോജിക്കൽ റിലേഷൻഷിപ്സ് മാത്രമാണ് ഈ ആക്ടിവിറ്റീസ് തമ്മിലുള്ള. ആൻഡ് ഈ ആക്ടിവിറ്റി ഓൺ നോഡ് ഡയഗ്രത്തിലാണ് നമ്മൾ ഈ ഓവർലാപ്പ് ആൻഡ് ലാഗ് റെപ്രസെന്റേഷൻസ് അലൗ ചെയ്യുന്നത്. സോ ഇതാണ് ആക്ടിവിറ്റി ഓൺ നോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആക്ടിവിറ്റീനെ എവിടെയായിരിക്കും റെപ്രസെന്റ് ചെയ്യുക? നോഡിന്റെ ഉള്ളിലാണ് ആക്ടിവിറ്റി റെപ്രസെന്റ് ചെയ്യുക. സോ നമ്മുടെ റെപ്രസെന്റേഷൻ ഇങ്ങനെ വരും. സോ ഇതാണ്, അതായത് നോഡിന്റെ ഉള്ളിൽ ആണ് ആക്ടിവിറ്റി റെപ്രസെന്റ് ചെയ്യുന്നത്. സോ എ ബി എന്നുള്ളതെങ്കിൽ നമുക്ക് ഈ ബി എന്നുള്ളത് എന്താ, ആക്ടിവിറ്റി എ കഴിഞ്ഞിട്ട് വരുന്നതാണ്. സോ നമുക്കറിയാം ബി എന്നുള്ള ആക്ടിവിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എനെയാണ്. അത് നമുക്ക് എന്താ, എ എന്നുള്ള ആക്ടിവിറ്റിയുടെ സക്സസർ ആണ് ബി ആക്ടിവിറ്റി എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. സിമിലർലി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താ, സി എന്നുള്ള ആക്ടിവിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എ ആൻഡ് ബി എന്നുള്ള ആക്ടിവിറ്റിനെയാണ്. അതുപോലെ തന്നെ ഡി ആക്ടിവിറ്റി റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് സി ആക്ടിവിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ദെൻ ഈ ഒരു ഫിഗർ കാണിച്ചിരിക്കുന്നത് നോക്കാം. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സി ആൻഡ് ഡി എന്നുള്ളൊരു ആക്ടിവിറ്റി അത് ബി എന്നുള്ള ആക്ടിവിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ എന്താ, ബി ആക്ടിവിറ്റി എ ആക്ടിവിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ദെൻ AOA ആൻഡ് AON കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം AON നെറ്റ്വർക്കിൽ, ആക്ടിവിറ്റി ഓൺ നോൺ നെറ്റ്വർക്കിൽ നമുക്ക് ഡമ്മിയുടെ ആവശ്യമില്ല. നമ്മൾ ഡമ്മീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആക്ടിവിറ്റി ഓൺ ആരോയിലാണ്. ദെൻ ഇൻ ആക്ടിവിറ്റി ഓൺ ആരോ ആക്ടിവിറ്റി ക്യാൻ ഓൺലി സ്റ്റാർട്ട് വെൻ എല്ലാ പ്രൊഡ്യൂസേഴ്സിനും ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഒരു ആക്ടിവിറ്റിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഓവർലാപ്പ് ഓർ ലാഗ് റെപ്രസെന്റേഷൻ അലൗ ചെയ്യുന്നത് ആക്ടിവിറ്റി ഓൺ നോഡ് ഡയഗ്രാമത്തിലാണ്. ദെൻ അതുപോലെ തന്നെ 4 types of relationships, അതായത് ഫിനിഷ് ടു സ്റ്റാർട്ട്, ഫിനിഷ് ടു ഫിനിഷ്, ഫിനിഷ് ടു സ്റ്റാർട്ട് ടു ഫിനിഷ് ആൻഡ് സ്റ്റാർട്ട് ടു സ്റ്റാർട്ട്, ആ ഒരു റിലേഷൻഷിപ്സ് ഷോ ചെയ്യുന്നത് നമ്മൾ ആക്ടിവിറ്റി ഓൺ നോഡിലാണ്. സോ ഇതാണ് ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ആക്ടിവിറ്റി ഓൺ ആരോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സോ ആക്ടിവിറ്റി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന എവിടെയാണ് നോക്കുക, ആരോയുടെ മുകളിലാണ്. ആൻഡ് ആ ഒരു ലോജിക്കൽ റിലേഷൻഷിപ്സ് ഇപ്പൊ നോക്കുകയാണെങ്കിൽ, ഒരു കേസിൽ നോക്കുകയാണെങ്കിൽ സിയുടെ പ്രെഡിസസർ ആണ് എ, ഡിയുടെ പ്രെഡിസസർ ആണ് എയും ബിയും. അപ്പൊ അത് നമുക്ക് ഇയുടെ പ്രെഡിസസർ ആണ് സി, എഫിന്റെ പ്രെഡിസസർ ആണ് സി. അപ്പൊ നമുക്കറിയാം സി കഴിഞ്ഞിട്ട് ഇയും എഫും വരുന്നുണ്ട്, എയും ബി കഴിഞ്ഞിട്ട് ഡി വരുന്നുണ്ട്, അതുപോലെ എ കഴിഞ്ഞിട്ട് സിയും വരുന്നുണ്ട്. സോ അപ്പൊ നമുക്ക് ആ ഒരു ലോജിക്കൽ റിലേഷൻഷിപ്പ്, അതായത് എ കഴിഞ്ഞ് സി വരുന്നുണ്ട്, ഓൾസോ എന്താ എ കഴിഞ്ഞിട്ട് ഡി എന്നുള്ളൊരു ആക്ടിവിറ്റിയും വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ലോജിക്കൽ റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ ആ ഒരു ഡമ്മി ആക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ദെൻ ഇതാണ് ആക്ടിവിറ്റി ഓൺ നോഡ്. ആക്ടിവിറ്റി ഓൺ നോഡിൽ എന്താണ്, നോഡിന്റെ ഉള്ളിലാണ് നമ്മൾ ആക്ടിവിറ്റി റെപ്രസെന്റ് ചെയ്യുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് does not represent an activity? So site located, foundation is being done, office area is being cleaned, invitations are being sent. So ഇത് നമുക്ക് വായിക്കുമ്പോൾ അറിയാം എന്താ, എല്ലാം ടൈം കൺസ്യൂമിംഗ് ആണ് എക്സെപ്റ്റ് എ, അതായത് സൈറ്റ് ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു, അതെന്താണ്, അതൊരു ഇവന്റ് ആണ്. സോ ഓപ്ഷൻ എ ആണ് ആക്ടിവിറ്റി അല്ലാത്തത്. Then the artificial activity which indicates that an activity following it cannot be started unless the preceding activity is completed is known as event ആണ്, ഫ്രീ ഫ്ലോ, ഡമ്മി, കൺസ്ട്രെയിൻ. സോ അത് ഡമ്മി ആണ്, അതൊരു ആർട്ടിഫിഷ്യൽ ആക്ടിവിറ്റി ആണ്. ആ ഒരു പ്രിസീഡിങ് ആക്ടിവിറ്റി എന്താ, ഫിനിഷ് ആവാതെ ആ ഒരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് റെപ്രസെന്റ് ചെയ്യുന്നതാണ് എന്താ, ഡമ്മി. ഇപ്പൊ ഈ ആ ഒരു എക്സാമ്പിളിൽ ഇപ്പൊ പറഞ്ഞു, ഈ ഒരു നോക്കുക, ഈ ഡി എന്നുള്ളൊരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്താ, എ എന്നുള്ളൊരു ആക്ടിവിറ്റി ഫിനിഷ് ചെയ്യണം. അപ്പൊ അത് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഒരു ഡമ്മി പ്രൊവൈഡ് ചെയ്തത്. സോ ആർട്ടിഫിഷ്യൽ ആക്ടിവിറ്റി അത് ഡമ്മി ആണ്. ദെൻ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് റെപ്രസെന്റ്സ് ആൻ ഇവന്റ്? ഇവന്റ് നോക്കുക, ഏതൊക്കെ, കോൺക്രീറ്റ് ക്യൂർഡ്, ഫിക്സിംഗ് ഓഫ് ഡോർ, പ്ലാസ്റ്ററിംഗ് ഓഫ് വാൾസ്, സെലക്ടിങ് സൈറ്റ്സ്. സോ ഇതിൽ ഫിക്സിംഗ് ഓഫ് ഡോർ നടന്നുകൊണ്ടിരിക്കുകയാണ്, പ്ലാസ്റ്ററിംഗ് ഓഫ് വാൾസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, സെലക്ടിംഗ് ഓഫ് സൈറ്റ്സും നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതിൽ ഏതാണ് കംപ്ലീറ്റ്? അത് കോൺക്രീറ്റ് ക്യൂർഡ് എന്ന് പറയുന്നതാണ് ഇവന്റ്. Then select the correct statement. Activity arrows in a CPN network are drawn to scale. Then tail of an arrow represents the finish of an activity. Arrowhead represents the start of an activity. Then none of the above. So
CTN ഡ്രോൺ ടു സ്കെയിൽ അല്ല, ആക്ടിവിറ്റീസ് ഒന്നും നമ്മൾ ടു സ്കെയിൽ അല്ല വരയ്ക്കുന്ന, ലെങ്ത് ഓഫ് ആരോക്ക് സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. ദെൻ ടെയിൽ ഓഫ് എൻ ആരോ റെപ്രസെൻറ്റ്സ് ഫിനിഷ് ഓഫ് എൻ ആക്ടിവിറ്റി അല്ല. അതുപോലെ തന്നെ ഹെഡ് ഓഫ് an arrow represents starts of an activity അല്ല. സോ അതിന് ഓപ്ഷൻ ഡി ആണ്. ഈ സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും കറക്റ്റ് അല്ല. then in the given figure the network of a project represents, ഇതാണ് തന്നിരിക്കുന്ന ഫിഗർ. 1 to 2 എന്നുള്ള ഇവന്റ് ഉണ്ട്. എക്സ്കവേഷൻ ഓഫ് ഫൂട്ടിംഗ് എന്നുള്ളതാണ് ആക്ടിവിറ്റി. 8 ആണ് അതിന്റെ ഡ്യൂറേഷൻ. So activity of an excavation of footing ആണ് പറയുന്നത്. activity of an excavation which start at event number 1 and ends at event number 2. then activity of an excavation which takes 8 units of time and none of it. So ഇത് ഈ ഫിഗർ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് സി, ഓപ്ഷൻ സി ആണ്. അതായത് എന്താ, ആക്ടിവിറ്റി ഓഫ് എക്സ്കവേഷൻ ഓഫ് ഫൂട്ടിംഗ് വിച്ച് ടേക്സ് 8 units of time. then which one of the following represents an activity? അത് നമുക്ക് എക്സ്കവേഷൻ ഓഫ് ഫൗണ്ടേഷൻ, ക്യൂറിംഗ് ഓഫ് കോൺക്രീറ്റ്, സെറ്റിംഗ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ. സോ ഓപ്ഷൻ ഇസ് ഡി, ഓൾ ഓഫ് ദി അബവ്. ഇതെല്ലാം ആക്ടിവിറ്റീസ് ആണ്. Then pick up the incorrect statement from the following. An activity of a project is denoted by an arrow on the network. Then the tail of the arrow indicates the start of an activity. The head of the arrow indicates the end of an activity. And the arrows are drawn to scale from left to right. So എന്താ ഇതെല്ലാം ഇതിലേതാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രോൺ ടു സ്കെയിൽ അല്ല പറഞ്ഞു, ആരോസിനൊന്നും സിഗ്നിഫിക്കൻസ് ഇല്ല. സോ ഓപ്ഷൻ ഡി ഇസ് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. then a dummy activity is an artificially introduced is represented by a dotted line, does not consume time, all of the above. So ഇതെല്ലാം ആണല്ലേ എന്താ, ഡമ്മി ആക്ടിവിറ്റി ആർട്ടിഫിഷ്യൽ ആക്ടിവിറ്റി ആണ്. ലോജിക്കൽ റിലേഷൻഷിപ്പ് ആൻഡ് ഗ്രാമാറ്റിക്കൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് കൊടുക്കുന്നത്. ഡോട്ടഡ് ലൈൻസ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ടൈമും കൺസ്യൂം ചെയ്യുന്നില്ല, റിസോഴ്സും കൺസ്യൂം ചെയ്യുന്നില്ല. സോ ദി ഓപ്ഷൻ is D. then an event is indicated on the network by a number enclosed in a circle, a square, a triangle and all of the above. So option D ആണ്. നമുക്ക് ഏത് ഫോമിലും ഈ ഇവന്റിനെ റെപ്രസെന്റ് ചെയ്യാം. സർക്കിളിന്റെ ഉള്ളിലായിരിക്കാം, ആ നോഡ് സർക്കിൾ ആയിരിക്കാം, സ്ക്വയർ ആയിരിക്കാം, ഓർ ട്രയാങ്കിൾ ആയിരിക്കാം. then the estimated time required to perform an activity is known as event, dummy, duration, float. and option is C. അതായത് ഡ്യൂറേഷൻ, എസ്റ്റിമേറ്റഡ് ടൈം, ആ ഒരു ആക്ടിവിറ്റി എടുക്കുക വേണ്ടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൈമാണ് എന്താ അതിന്റെ ഡ്യൂറേഷൻ. then next is the network analysis. സോ നെറ്റ്വർക്ക് അനാലിസിസ് എന്ന ഇപ്പം നമ്മൾ റീസെൻ്റ് ആയിട്ട് പ്രോജക്ട് മാനേജ്മെന്റ്, പ്ലാനിങ് ആൻഡ് കൺട്രോളിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്താണ് നെറ്റ്വർക്ക് അനാലിസിസ്. ആൻഡ് മെത്തേഡിൽ നമ്മൾ ആക്ടിവിറ്റീസിന് എന്താ കീ എലമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കീ ആക്ടിവിറ്റീസ് ഓഫ് ദി പ്രൊജക്റ്റ് ആയിരിക്കും ഇൻ മ്യൂച്വൽ ടൈം റിലേഷൻഷിപ്പ്. ആൻഡ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ക്രിട്ടിക്കൽ പാത്ത് ഒപ്റ്റിമൈസേഷൻ വഴിയാണ്. ആൻഡ് ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ലോങ്സ്റ്റ് പാത്ത് ആണ്, നെറ്റ്വർക്കിലെ ലോങ്സ്റ്റ് പാത്ത് ആണ്. ആൻഡ് അതുപോലെ ലോങ്സ്റ്റ് ടൈം അലോങ് ദിസ് പാത്ത് ഗിവ്സ് ദി ടോട്ടൽ പ്രോജക്ട് ഡ്യൂറേഷൻ ഓഫ് ദി പ്രോജക്ട്. ആൻഡ് ഓർത്തിരി, അതായത് ആ ഒരു മിനിമം ടൈം അതായിരിക്കും ആ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മിനിമം ടൈം. ദെൻ ദ നെറ്റ്വർക്ക് അനാലിസിസ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് ഡയഗ്രാംസിനെ വെച്ചിട്ടാണ് അതിലെന്താ നമ്മൾ വേരിയസ് പ്രോജക്റ്റ് ആക്ടിവിറ്റീസ് തമ്മിലുള്ള റിലേഷൻഷിപ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. അതിൽ നിന്ന് എന്താ ക്രിട്ടിക്കൽ പാത്ത്, ഏറ്റവും കൂടുതൽ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പാത്ത് ഏതാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. അതാണ് ലോങ്സ്റ്റ് പാത്ത് വരുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ ഈ നെറ്റ്വർക്ക് ഡയഗ്രാംസ് ആൻഡ് നെറ്റ്വർക്ക് അനാലിസിസ് ഗ്രാഫ് തിയറിനെ ബേസ് ചെയ്തിട്ടാണ്. സോ ഇതിൽ എങ്ങനെയാണ് സ്റ്റെപ്സ് വരുന്നതെന്ന് വെച്ചാൽ ആദ്യം തന്നെ എന്താ ആക്ടിവിറ്റീസും പ്രോജക്ട്സിനെ ഐഡന്റിഫൈ ചെയ്യുക. അതുപോലെ തന്നെ എന്താ ആ ഒരു പ്രോജക്റ്റിലെ ആക്ടിവിറ്റീസിനെ ഐഡന്റിഫൈ ചെയ്യുക, അതിന്റെ ഇന്റർ റിലേഷൻഷിപ്സ് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുക, അതായത് നെറ്റ്വർക്ക് വരയ്ക്കുക. ദെൻ ഓരോ ആക്ടിവിറ്റിക്കും റിക്വയർഡ് ആയിട്ടുള്ള ടൈം എത്രയാണ് എസ്റ്റിമേറ്റ് ചെയ്യുക. ദെൻ നമ്മൾ ഇനിയുള്ള മെത്തേഡ്സ് നമ്മൾ പറയാൻ പോകുന്ന മെത്തേഡ്സ് വെച്ച് മിനിമം ടൈം റിക്വയർമെന്റ് എത്രയാണെന്ന് എസ്റ്റിമേറ്റ് ചെയ്യുക, ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ഐഡന്റിഫൈ ചെയ്യുക, അതുപോലെ അതിന്റെ ബേസിസിൽ എഫിഷ്യന്റ് ആയിട്ടുള്ള റിസോഴ്സ് അലോക്കേഷൻ കൊടുക്കുക. ആൻഡ് ഓൾസോ എന്താ നമ്മൾ അതിനെ പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യുക അല്ലെങ്കിൽ കൺട്രോളിങ് ചെയ്യുക എക്സിക്യൂഷൻ ടൈമിൽ. സോ നെറ്റ്വർക്ക് അനാലിസിസിന് നമുക്ക് ബേസിക് ആയിട്ട് 2 മെത്തേഡാണുള്ളത്, CPM ആൻഡ് PERT method. CPM means critical path method and PERT method is program evaluation and review technique. Then network analysis
CPM it is a logical mathematic മോഡലാണ് ഒപ്റ്റിമം ഡ്യൂറേഷനെ ബേസ് ചെയ്തിട്ട്, അതുപോലെ തന്നെ ഒപ്റ്റിമം ലിമിറ്റഡ് റിസോഴ്സസിനെയും ബേസ് ചെയ്തിട്ട്. ഓൾസോ CPM ഒരു ഡിറ്റർമിനിസ്റ്റിക് മോഡലാണ്. പക്ഷെ PERT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രോബബിലിസ്റ്റിക് മോഡലാണ്, അൺസർട്ടനിറ്റീസിനെ ബേസ് ചെയ്തിട്ടാണ് PERT. So difference between PERT and CPM. So PERT ന്റെ ഒറിജിൻ മിലിറ്ററി ആണ്, CPM ന്റെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഇൻഡസ്ട്രി ആണ്. PERT is used for research and development projectsന് വേണ്ടിയിട്ടാണ് PERT യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇവന്റ് ഓറിയന്റഡ് ആണ്. CPM is activity oriented. പിന്നെ അലൗസ് അൺസർട്ടനിറ്റി. PERT ആണെങ്കിൽ അൺസർട്ടനിറ്റി അലൗ ചെയ്യും, CPM ആണെങ്കിൽ അൺസർട്ടനിറ്റി ഒന്നും അലൗ ചെയ്യില്ല. പിന്നെ ഒരു പ്രോബബിലിസ്റ്റിക് അപ്രോച്ച് ആണ് PERT, പക്ഷേ CPM ഒരു ഡിറ്റർമിനിസ്റ്റിക് അപ്രോച്ച് ആണ്. then അതുപോലെ തന്നെ PERT ടൈം ബേസ്ഡ് ആണ് ആൻഡ് CPM is കോസ്റ്റ് ബേസ്ഡ്. പിന്നെ PERTൽ നമ്മൾ പ്രോബബിലിസ്റ്റിക് അപ്രോച്ച് ആണ്, 3 ടൈം എസ്റ്റിമേറ്റ്സ് ഉണ്ട്, അതിൻ്റെ ടൈം ആവറേജ് ചെയ്തെടുക്കുകയാണ്. പിന്നെ CPMൽ സിംഗിൾ ടൈം എസ്റ്റിമേറ്റ് ഉള്ളൂ, ഡസ് നോട്ട് ആവറേജ് ടൈം. ദെൻ ഹൈ പ്രിസിഷൻ റിക്വയർഡ് ആയിട്ടുള്ളപ്പോഴാണ് നമ്മൾ PERT യൂസ് ചെയ്യുന്നത്. റീസണബിൾ പ്രിസിഷൻ വേണ്ട ടൈമിലാണ് നമ്മൾ CPM യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ PERT ആണ് നോക്കാൻ പോകുന്നത്. സോ PERTൽ മെയിൻ ആയിട്ട് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കുന്നത് 3 ടൈം എസ്റ്റിമേറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. സോ 3 ടൈംസ് ഉണ്ട്, TO, TM, TP. TO എന്ന് പറയുന്നത് ഒപ്റ്റിമിസ്റ്റിക് ടൈം ആണ്, അതായത് ഇറ്റ് ഈസ് ഷോർട്ടസ്റ്റ് ടൈം. നമ്മളൊരു പ്രോജക്റ്റ് ക്യാരി ഔട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ നമുക്ക് ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ട് ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്, അതാണ് ഒപ്റ്റിമിസ്റ്റിക് ടൈം എന്ന് പറഞ്ഞാൽ. ദെൻ TM എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ലൈക്ലി ടൈം, അതായത് നോർമൽ സർക്കംസ്റ്റൻസസിൽ നമ്മൾ പ്രോജക്റ്റ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. ദെൻ TP ഇസ് എ പെസിമിസ്റ്റിക് ടൈം, അതായത് വേർസ്റ്റ് പോസിബിൾ ടൈം ആണ്. നമുക്ക് ഫുൾ അൺസർട്ടനിറ്റീസ് എല്ലാം വന്ന് ഏറ്റവും വേർസ്റ്റ് പോസിബിൾ ടൈം ആണ് TP. ദെൻ അല്ല അതുപോലെ തന്നെ വരുന്ന 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആക്ടിവിറ്റി ഡ്യൂറേഷൻസ്, അതായത് ഈ TO, TM, TP എല്ലാം ഫോളോ ചെയ്യുന്നത് ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ ആണ്. പക്ഷെ നമ്മുടെ എക്സ്പെക്റ്റഡ് ടൈം, ഇതിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റഡ് ടൈം ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണ്. ആ എക്സ്പെക്റ്റഡ് ടൈം അതായത് TE ഫോളോ ചെയ്യുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അല്ലെങ്കിൽ ആക്ടിവിറ്റി ഡ്യൂറേഷൻ ഓർ പ്രോബബിലിറ്റി ഫോളോ ചെയ്യുന്നത് ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എക്സ്പെക്റ്റഡ് ടൈം ഫോളോ ചെയ്യുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ആൻഡ് എക്സ്പെക്റ്റഡ് ടൈം കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ ആണ് TO + 4TM + TP/6. ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേഷൻ ചെയ്യുന്ന TP - TO/6, and also variance is sigma square, that is TP - TO/6 the whole square. The next term ആണ് probability factor Z. അത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് TS - TE/sigma ആണ്, where TS is the scheduled time or contract obligatory time എന്നും കൂടെ പറയും TS ന്. then TE is the earliest expected time of the project or expected time. then ഈ ഒരു probability factor പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് പറയാം ചാൻസ് ഓഫ് കംപ്ലീറ്റിംഗ് ദ പ്രോജക്റ്റ് ഇൻ ടൈം ഇസ് മോർ ദാൻ 50%. ദെൻ Z is equal to 0 ആണെങ്കിൽ ചാൻസ് ഓഫ് കംപ്ലീറ്റിംഗ് ദ പ്രോജക്റ്റ് ഇൻ ടൈം ഇസ് 50. ആൻഡ് Z നെഗറ്റീവ് ആണെങ്കിൽ ചാൻസ് ഓഫ് കംപ്ലീറ്റിംഗ് ദ പ്രോജക്റ്റ് ഇൻ ടൈം ഇസ് ലെസ് ദാൻ 50% ആണ്. ആൻഡ് ഈ എക്സ്പെക്റ്റഡ് ടൈമിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 50%. ദെൻ PSCക്ക് ചോദിച്ചേക്കുന്ന 2 പ്രോബ്ലം ആണ് പറയുന്നത്. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. വെൻ ഒപ്റ്റിമിസ്റ്റിക് ടൈം ഇസ് 1 day, പെസിമിസ്റ്റിക് ടൈം ഇസ് 8 days, ആൻഡ് മോസ്റ്റ് ലൈക്ലി ടൈം ഇസ് 3 days. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫൈൻഡ് ഔട്ട് ഇക്വേഷൻ ആണ് സിഗ്മ ഇസ് ഈക്വൽ ടു TP - TO/6. നമുക്ക് പെസിമിസ്റ്റിക് ടൈം എന്ന് പറയുന്നത് TP 8 ആണ്, ആൻഡ് TO ഇസ് ഒപ്റ്റിമിസ്റ്റിക് ടൈം 1 day by 6. സോ 7/6 നമുക്ക് 1.167 days. The next question, if an activity has its optimistic, most likely and pessimistic times as 2, 3 and 7 respectively, then its expected time and variances. നമുക്ക് equation അറിയാം. expected time equation T is equal to TO + 4TM + TP/6. but TO എന്നുള്ളത് this 2 days 2, then TM is most likely time is 3 and pessimistic time is 7. so അത് substitute ചെയ്യുക. 2 + 4 × 3 + 7/6 this 3.5 expected time. And variance find out in sigma square, that is TP - TO/6. TO/6 whole square, that is 7 - 2/6 square, that is 0.694. Then next നമ്മൾ ഇവന്റ് ടൈംസ് ആണ് പറഞ്ഞു. PERT ഇവന്റ് ഓറിയന്റഡ് ആണെന്ന് പറഞ്ഞു. സോ ഇതിൽ നമുക്ക് ഇവന്റ് ടൈംസ് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്.
സോ event time is represented as TE. അതുപോലെ തന്നെ event time അത് earliest occurrence event time ഉണ്ട്, latest occurrence allowable event time ഉണ്ട്, അത് റെപ്രസെന്റ് ചെയ്യുന്ന TL. സോ നമ്മുടെ IJ എന്ന് പറയുന്നതാണ് ഒരു ആക്ടിവിറ്റി എങ്കിൽ ഇതാണ് അതിന്റെ ടെയിൽ ഇവന്റ്, ഇതാണ് അതിന്റെ ഹെഡ്. J എന്ന് പറയുന്നതാണ് ഹെഡ് ഇവന്റ്. സോ ഈ ഇവന്റ് ഐയുടെ ഡ്യൂറേഷൻ അതാണ് TEI എന്ന് പറയുന്ന ഏർലിയസ്റ്റ് ഇവന്റ് ടൈം. എത്രത്തോളം ഏർലിയസ്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു അതാണ് TEI ഇസ് ദി ഏർലിയസ്റ്റ് occurrence event time. TIJ എന്ന് പറയുന്നതാണ് ഈ ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷൻ ആൻഡ് TEJ എന്ന് പറയുന്നത് ഈ J എന്നുള്ള ഇവന്റിന്റെ ഏർലിയസ്റ്റ് occurrence event time. ദെൻ TLJ എന്ന് പറയുന്ന J എന്ന ഇവന്റിന്റെ ലേറ്റസ്റ്റ് allowable occurrence time. ദെൻ TLI എന്ന് പറയുന്നത് I എന്ന ഇവന്റിന്റെ ലേറ്റസ്റ്റ് occurrence allowable event time. ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ TEJ is equal to TEI plus TIJ. അതായത് J എന്നുള്ളൊരു ഇവന്റിന്റെ ഏർലിയസ്റ്റ് occurrence event time എന്ന് പറഞ്ഞാൽ അതിന്റെ predecessor event ആയ I ഇവന്റിന്റെ ഏർലിയസ്റ്റ് occurrence event time പ്ലസ് ആക്ടിവിറ്റി ഡ്യൂറേഷൻ. നെക്സ്റ്റ് നമ്മൾ ലേറ്റസ്റ്റ് occurrence allowable event time എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാന്ന് വെച്ചാൽ TLI is equal to TLJ minus TIJ. സോ ഈ I എന്നുള്ള ഇവന്റിന്റെ ലേറ്റസ്റ്റ് occurrence event time എന്ന് പറയുന്നത് അതിന്റെ സക്സസർ ഇവന്റ് അതായത് ജെയുടെ ലേറ്റസ്റ്റ് allowable occurrence event time ആയ TLJ മൈനസ് ആക്ടിവിറ്റി ഡ്യൂറേഷൻ. ഇങ്ങനെയാണ് നമ്മൾ ഏർലിയസ്റ്റ് occurrence event time ആൻഡ് ലേറ്റസ്റ്റ് occurrence allowable event time ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഓർത്തിരിക്കുന്നത് വെച്ചാൽ ഫോർവേഡ് പാസ് വെച്ചിട്ടാണ് ഈ ഏർലിയസ്റ്റ് occurrence event time നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അത് പക്ഷേ ലേറ്റസ്റ്റ് occurrence allowable event time ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ബാക്ക്വേർഡ് പാസ് യൂസ് ചെയ്തിട്ടാണ്. ഇത് ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഒരു 2-3 ഇവന്റ്സ് വരുന്നുണ്ട്. ഈ ഒരു ഇവന്റിന്റെ അവിടെ ഇതൊരു മേർജ് ഇവന്റ് ആണെന്ന് വിചാരിക്കുക J എന്നുള്ളത്. അപ്പൊ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ഏർലിയസ്റ്റ് occurrence event ടൈംസ് ഉണ്ടാവാം. ആ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട അതിൽ ഏതാണോ ഹയസ്റ്റ് വാല്യൂ, ഏർലിയസ്റ്റ് occurrence event ടൈമിന്റെ ഹയസ്റ്റ് വാല്യൂ ആണ്, അതിൽ ഏത് വാല്യൂ ആണോ ഹയസ്റ്റ് അതാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇനി അതുപോലെ തന്നെ നമ്മളിപ്പോൾ ബാക്ക്വേർഡ് പാസ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ ലേറ്റസ്റ്റ് allowable occurrence time ഒരു ഇവന്റിന്റെ അവിടെ ഉണ്ടാവാം. അതിൽ ലേറ്റസ്റ്റ് occurrence allowable event time കൺസിഡർ ചെയ്യുമ്പോൾ അതിലെ ലീസ്റ്റ് വാല്യൂ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓർത്തിരിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അതായത് എന്താ, ഫോർവേഡ് പാസ് വെച്ചിട്ടാണ് ഏർലിയസ്റ്റ് occurrence event time കണ്ടുപിടിക്കേണ്ടത്, ബാക്ക്വേർഡ് പാസ് വെച്ചിട്ടാണ് ലേറ്റസ്റ്റ് occurrence allowable event time കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ ഒന്നിൽ കൂടുതൽ ഏർലിയസ്റ്റ് occurrence event time ഒരു ഇവന്റിൽ വരുവാണെങ്കിൽ അതിൽ ഹയസ്റ്റ് വാല്യൂ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ലേറ്റസ്റ്റ് occurrence allowable event time ഒന്നിൽ കൂടുതൽ ഒരു ഇവന്റിൽ വരുവാണെങ്കിൽ അതിലെ ലീസ്റ്റ് വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. അതുപോലെ അത് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ഇക്വേഷൻ ഇതാണ്. ആ ഒരു എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നതാണ്. അതാണ് നമ്മൾ ഈ ഒരു 1 എന്നുള്ള ഒരു ഇവന്റിനെ കൺസിഡർ ചെയ്യുന്നിടത്തോളം അതിന്റെ ഏർലിയസ്റ്റ് occurence event time 0 ആണ്. ഇനി 2യുടെ ഏർലിയസ്റ്റ് occurence event time എന്ന് പറഞ്ഞാൽ 1ന്റെ ഏർലിയസ്റ്റ് occurence event time അതായത് 0 പ്ലസ് ആക്ടിവിറ്റി ഡ്യൂറേഷൻ. So it is 2. Then ഇനി നമ്മൾ ഈ ഒരു എൻഡ് ഇവന്റിനെ സംബന്ധിച്ചിടത്തോളം ഏർലിയസ്റ്റ് occurence event time തന്നെയാണ് അതിന്റെ ലേറ്റസ്റ്റ് occurence allowable event time. സോ TJ is equal to TLJ. അപ്പോൾ 2 എന്നുള്ള വാല്യൂ തന്നെയാണ് ഇവന്റ് 2നെ കൺസിഡർ ചെയ്യുമ്പോൾ വരുന്നത്. ആൻഡ് ഇനി 1ന്റെ TLI ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ സക്സസർ ഇവന്റ് ആയിട്ടുള്ള 2ന്റെ TLJ മൈനസ് ആക്ടിവിറ്റി ഡ്യൂറേഷൻ ആണ് TLI. സോ 2 minus 2 TLI is equal to 0. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് സ്ലാക്ക് ആണ്. സ്ലാക്ക് എന്ന് പറയുന്നത് ഒരു ഇവന്റിന്റെ TLI മൈനസ് TEI ആണ് സ്ലാക്ക് എന്ന് പറയുന്നത്. സോ 1 എന്നുള്ള ഇവന്റിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ് 0 minus 0 ഇറ്റ് SI എന്ന് പറയുന്നത് അതിന്റെ ടെയിൽ സ്ലാക്ക് ആണ് റെപ്രസെന്റ്. S എന്നാണ് സ്ലാക്കിന് റെപ്രസെന്റ്. SI എന്ന് പറഞ്ഞാൽ ടെയിൽ സ്ലാക്ക് ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 0. ഇനി ഹെഡ് സ്ലാക്ക് വരുന്നത് അതായത് ഹെഡ് ഇവന്റിൽ വരുന്നത്. സോ ഇറ്റ് ഈസ് 2 minus 2 വിച്ച് ഇസ് 0. അത് SJ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് ഹെഡ് സ്ലാക്ക് ആണ്. ദാറ്റ് ഈസ് സ്ലാക്ക് വരുന്നത്. സ്ലാക്ക് റെപ്രസെന്റ് ചെയ്യുന്ന ഡിലേ ഇൻ ഇവന്റ്സ് ആണ്.
ആൻഡ് സ്ലാക്ക് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, അതായത് നമ്മുടെ പ്രോജക്റ്റ് ബിഹൈൻഡ് ദി ഷെഡ്യൂൾ ആണ്, നമ്മുടെ പ്ലാനിങ് ബിഹൈൻഡ് ആയിട്ടാണ് ആ ഒരു പ്രോജക്റ്റ് റൺ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് റെപ്രസെന്റ് സൂപ്പർ ക്രിട്ടിക്കൽ. അതുപോലെ തന്നെ അത് എന്തുകൊണ്ടായിരിക്കാം, നമുക്ക് എന്തെങ്കിലും റിസോഴ്സ് ഡെഫിഷ്യൻ്റ് ആവുമ്പോഴേക്കായിരിക്കും നമുക്ക് ആ ഒരു നമ്മുടെ പ്ലാനിനനുസരിച്ച് പോകാൻ പറ്റുന്നില്ല, ബിഹൈൻഡ് ആയി പോകുന്നത്. സോ ഇത് BSc ചോദിച്ചേക്കുന്നതാണ്. ഡെഫിഷ്യൻസി ഇൻ റിസോഴ്സസ് വരുമ്പം ഏത് സ്ലാക്കാണ് വരുന്നത്, ആൻഡ് ഇറ്റ് ഈസ് സൂപ്പർ ക്രിട്ടിക്കൽ ആണ്. അതായത് സ്ലാക്ക് നെഗറ്റീവ് ആവുന്ന കേസ്. ദെൻ സ്ലാക്ക് ഇസ് ഈക്വൽ ടു 0 ആവുമ്പം ക്രിട്ടിക്കൽ പാത്ത് വരുന്നതാണ്, ഇറ്റ് ഈസ് ഓൺ ഷെഡ്യൂൾ കണ്ടീഷൻ ആണ് വരുന്നത്. ദെൻ സ്ലാക്ക് പോസിറ്റീവ് ആവുന്നു കാണിക്കുന്നത് അഹെഡ് ഓഫ് ഷെഡ്യൂൾ ആണ്, ആൻഡ് ഇറ്റ് ഈസ് കണ്ടീഷൻ എന്ന് പറയുന്നത് സബ് ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞ. ആൻഡ് സ്ലാക്ക് ഫൈൻഡ് ഔട്ട് ഇൻ ദിസ് TE മൈനസ് TL. കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ PERT അനാലിസിസ് ദ ടൈം എസ്റ്റിമേറ്റ്സ് ഓഫ് ആക്ടിവിറ്റീസ് ആൻഡ് പ്രോബബിലിറ്റി ഓഫ് കംപ്ലീഷൻ ഫോളോസ്. ഏത് ടൈപ്പ് ഓഫ് കർവ് ആണെന്നാണ്, ഇറ്റ് ഇസ് ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ കർവ്. ടൈം എസ്റ്റിമേറ്റ്സ് ആൻഡ് പ്രോബബിലിറ്റി ഫോളോ ചെയ്യുന്നത് ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ ആണ്, പക്ഷെ എക്സ്പെക്റ്റഡ് ടൈം ഫോളോ ചെയ്യുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. For the network shown in the given figure, the expected time for the activity ഏതാന്ന് നോക്കുക. ഇറ്റ് ഈസ് 1 to 2 ആണെങ്കിൽ കാൽക്കുലേറ്റ് നമുക്ക് ഇക്വേഷൻ അറിയാം, എന്താ TE is equal to TO plus 4TM plus TP by 6. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടും 1 to 2 എന്നുള്ള ആക്ടിവിറ്റി. ഇറ്റ് ഈസ് ഇതിലേതാ TO എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 3, TM 4, P is 5 by അപ്പൊ നമുക്ക് 4. സോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാൻ കിട്ടും 1 to 2 എന്നുള്ളതിന്റെ 3 plus 4 into 4 plus 5 by 6. അപ്പൊ നമുക്ക് 4 കിട്ടും. ഇനി 2 to 3യുടെ ആക്ടിവിറ്റി ആണെങ്കിൽ 5 plus 4 into 7 plus 9 by 6 ചെയ്യാം, നമുക്ക് 7 കിട്ടും. ആൻഡ് 3 to 4 ആണെങ്കിൽ 6 plus 4 into 8 plus 10 by 6, അത് നമുക്ക് 8 കിട്ടും. സോ 3 to 4 8. അപ്പൊ നമ്മുടെ ഓപ്ഷൻ വരുന്നത് all of the above, ഓപ്ഷൻ D. Then for a given activity, the optimistic time, pessimistic time, and most probable estimates are 5, 17, and 8 days respectively. Then the expected time is, നമുക്കറിയാം എന്താ 5 ആണ്, എന്താ optimistic time TO 5 ആണ്, pessimistic time TP 17, അതുപോലെ തന്നെ TM is 8. അപ്പൊ അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇക്വേഷൻ ആണ് TE is equal to TO plus 4TM plus TP by 6. That is 5 plus 8 into 4 plus 17 by 6. നമുക്ക് കിട്ടും 9 days കിട്ടും. So answer is option B. Then correct statement find out ചെയ്യാനാണ് question. Optimistic time estimate refers to activities. Then pessimistic time estimate refers to activities. Then most likely time refers to activities. And the optional and option it is correct answer is D. അറിയാം, അത് സിമ്പിൾ ആയിട്ട് നോക്കിയാൽ മതി എവിടെയാണ് അത് റെപ്രസെന്റ്. ഈ ടൈം എസ്റ്റിമേറ്റ്സ് റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഒരു കേസിൽ നോക്കിയാൽ നമ്മൾ എന്താ ആക്ടിവിറ്റിയുടെ മുകളിലാണ് എന്താ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ. സോ അത് എല്ലാം refers to activities. Then PERT technique of network analysis is mainly used for small projects, large and complex projects, research and development projects, deterministic activities. പറഞ്ഞിരുന്നു എന്താ research and development projectsനാണ് PERT technique യൂസ് ചെയ്യുന്നത്. Then PERT is an analytic in concept, the limited of event oriented diagrams used for research and development projects, all of the above. So within the action is answer is option D. Then next, if an activity has its optimistic, most likely and pessimistic times as 2, 3 and 7 respectively, then its expected time and variance are respectively. Equation അറിയാം, and the TE is equal to TO plus 4TM plus TP by 6. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 3.5 നമുക്ക് 3.5 എന്ന് കിട്ടും. അതുപോലെ തന്നെ വേരിയൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്, വേരിയൻസ് ഇത് സിഗ്മ സ്ക്വയർ, അതായത് TP മൈനസ് TO ബൈ 6 ഹോൾ സ്ക്വയർ. അപ്പോൾ 7 മൈനസ് 2 ബൈ 6 ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് 25 ബൈ 36 എന്ന് കിട്ടും. സോ ഇറ്റ് ഇസ് 3.5 and 25 by 36, option C. Then if the expected time for completion of the project is 10 days with a standard deviation of 2 days, the expected time of completion of the project with 99.99% probability is. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാം, എന്താ പ്രോബബിലിറ്റി ഫാക്ടർ
അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് പ്രോബബിലിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ പറയും Z is equal to TS minus T by 6 ആണെന്നറിയാം. അപ്പം നമുക്ക് എന്താ എക്സ്പെക്റ്റഡ് ടൈം TE തന്നിട്ടുണ്ട്, 10 days ആണ് തന്നിട്ടുണ്ട്. സിഗ്മയുടെ വാല്യൂ, അതായത് TS മൈനസ് TE ബൈ സിഗ്മയിൽ സിഗ്മയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2 days ആണ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസഡിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. പ്രോബബിലിറ്റി ഇത്ര പെർസെൻറ്റേജ് ആണെന്ന് പറയുന്നുണ്ട്, 99.99 ആണെന്ന് പറയുന്നുണ്ട്. സോ നമ്മുടെ 99.99% is equal to എന്ത് വരും, TS മൈനസ് 10/2 എന്ന്. Then next, pick up the correct statement from the following. So the latest occurrence time and earliest expected time is called slack. When activities connecting the events having zero slack lie on the critical path, then the critical path consumes the maximum time. So all of the above. So other option, difference of latest occurrence time and earliest occurrence time ആണ് TL minus TK ആണ് നമ്മൾ സ്ലാക്ക് എന്ന് പറയുന്നത്. Then activities connecting events having zero slack, അതായത് slack is equal to 0 വരുന്നതാണ് critical path, അതും കറക്റ്റ് ആണ്. Then critical path consumes the maximum time. So correct statement എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ D ആണ്, all of the above. Then area under the beta distribution curve is divided into 2 equal parts by അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ D ആണ്, expected time. Then pick up the PERT event from the following. നേരത്തെ പോലെ digging of foundation started, digging of foundation completed, laying of concrete started. So ഇതെല്ലാം എന്താ, all of the above ആണ് ഓപ്ഷൻ വരുന്ന എല്ലാം events ആണ്. Then slack time refers to activity, event, both event and activity, none of the above. നമുക്കറിയാം PERT event oriented ആണ്. ആ ഒരു slack time വരുന്നത് എന്താ, ഇവന്റിന്റെ ഉള്ള ആ ഒരു ഇവന്റിന്റെ latest occurrence time and earliest occurrence time in the difference ആണ് slack എന്ന് പറയുന്നത്. So it refers to an event. Then considering the following features, projects are not of the non-repetitive type. Time requirement need not be known. Time requirement is known precisely. Then events have been established for planning. Then emphasis is given to activities of the project. PERT is preferred for planning because projects are non-repetitive ആയിട്ടുള്ള നേച്ചർ റിസർച്ച് പ്രോഡക്ട്സിനൊക്കെയാണ് നമ്മൾ PERT യൂസ് ചെയ്യുന്നത്. Then time required need not be known, അറിയേണ്ട ആവശ്യമില്ല നമുക്ക്, പ്രോബബിലിസ്റ്റിക് ആണ്. Then time required is known precisely, അല്ല നമ്മുടെ പ്രോബബിലിസ്റ്റിക് ആണ്, അപ്പം ഇത് തെറ്റാണ്, തേർഡ് പോയിന്റ് തെറ്റാണ്. The events have been established for planning. അതുപോലെ തന്നെ emphasis is given to activities of the project. PERT in the case emphasis is given to events. So option A ആണ് answer, that is 1, 2 and 4 is correct. Then pick up the correct statement from the following. Forward pass is used for calculating the earliest expected time. Correct ആണ്, earliest expected time find out ചെയ്യാൻ forward pass ആണ്. Backward pass is used for calculating the latest occurrence time. അതും കറക്റ്റ് ആണ്. Then maximum value of earliest expected time is used if there is more than one value of any event. അത് കറക്റ്റ് ആണ്, അത് പറഞ്ഞിരുന്നു. എന്താ, മാക്സിമം വാല്യൂ ആണ് ഏർലിയസ്റ്റ് എക്സ്പെക്ടഡ് ടൈമിൽ എടുക്കുന്നതും ലീസ്റ്റ് വാല്യൂ ആണ് ലേറ്റസ്റ്റ് occurrence ടൈമിൽ എടുക്കുന്നത്. സോ ഓപ്ഷൻ ഇസ് D, all of the above. Then if A is the optimistic time, B is the pessimistic time, M is the most likely time of an activity, the expected time of an activity is ഏതാണ്, ഓപ്ഷൻ C, that is A plus 4m plus B by 6. സെയിം സിമിലർ ക്വസ്റ്റ്യൻ ആണ്. TO TP TM ആണെങ്കിൽ എന്താണ് ഇക്വേഷൻ വരുന്നത്, ഇറ്റ് ഇസ് TO plus 4TM plus TP by 6. The scheduled completion of a project is more than the earliest expected time for the completion of the project. Then probability of completion of the project within the scheduled completion will be അതായത് ഇപ്പൊ നമ്മുടെ TS ഷെഡ്യൂൾഡ് കംപ്ലീഷൻ ഇസ് ഗ്രേറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ടൈം ആണെങ്കിൽ എന്തായിരിക്കും, Z will be പോസിറ്റീവ് ആയിരിക്കും. ആൻഡ് അതായത് ഇറ്റ് ഹാസ് ഗ്രേറ്റർ ദാൻ 50% ഓഫ് എന്താ 50%
പ്രോബബിലിറ്റി ഉണ്ട്. ഗ്രേറ്റർ ദാൻ 50% ആണ് പ്രോബബിലിറ്റി വരുന്നത്. സോ ആൻസർ ഇസ് സി. Then PERT analysis based on optimistic time, pessimistic time, most likely time, all of the above. Allowance option, all of the above. Then probability of completion of an activity within an expected time. അത് പറഞ്ഞു, അതായത് എക്സ്പെക്റ്റഡ് ടൈം ഫോളോ ചെയ്യുന്ന 50% പ്രോബബിലിറ്റിയിലാണ്. ആൻഡ് ഓപ്ഷൻ ഇറ്റ് ഇസ് എ. The next is a CPM. CPM ൽ പറഞ്ഞ സിംഗിൾ ടൈം എക്സ്പെരിമെന്റ് ഉള്ളൂ, അതായത് ഒരു എക്സ്പെക്റ്റഡ് ടൈം മാത്രമേ ഉള്ളൂ. ആക്ടിവിറ്റി ടൈംസ് ആണ് ഇൻവോൾവ് ആവുന്നത്. ആൻഡ് ടൈംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം ഉണ്ട്, ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം ഉണ്ട്, ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം ആൻഡ് ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം. ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം EST, അതായത് ഏർലിയസ്റ്റ് ടൈം അറ്റ് വിച്ച് ആണ് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക, അതിന്റെ ഇത് EST is equal to TEI. Then earliest finish time, it was EFT, അതായത് earliest time which an event is finishing. EFT calculate ചെയ്യണമെന്ന് വെച്ചാൽ EST plus TIJ. EST is equal to earliest occurrence time. So EST plus TIJ gives EFT. Then latest start time is the latest time at which an activity will start. So LST is equal to LFT minus TIJ. And TIJ is the activity duration, and latest finish time LFT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ late time which an activity can be finished, and LFT is equal to TLJ, which TLJ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is the latest occurrence allowable event time. Then float ആണ്. float എന്നുള്ള ടേം എപ്പോഴും ചോദിക്കാറുള്ളതാണ്. and float denotes delay in activities, and slack denotes, ഓർത്തിരിക്കുക, slack denotes delay in events, and float is equal to 0 ആണ് നമ്മുടെ critical path വരുന്നത്. it represents the critical activity. Then float is equal to positive ആണെങ്കിൽ it represents subcritical activity, and float is equal to negative ആണെങ്കിൽ it represents supercritical activity. and float നമ്മൾ find out ചെയ്യുന്നത് it is LFT minus EFT or LST minus EST. Then types of float, 4 types of float ഉണ്ട്. and total float എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടൈംസ്, അതായത് എന്താ, ഒരു ആക്ടിവിറ്റിക്ക് എത്രത്തോളം ഡിലേ വരുത്താം എന്നാണ് ഫ്ലോട്ട് ഡിനോട്ട് ചെയ്യുന്നത്. സോ ടോട്ടൽ ഫ്ലോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആക്ടിവിറ്റിയുടെ സ്റ്റാർട്ട് ടൈം ഓർ എൻഡ് ടൈം നമുക്ക് എത്രത്തോളം ടൈം സ്പാനിൽ ഡിലേ ചെയ്യാം, സോ ദാറ്റ് എന്താ ഓവറോൾ പ്രോജക്റ്റ് കംപ്ലീഷൻ ടൈം ഡിലേ ആവാതെ എത്രത്തോളം നമുക്ക് ഒരു ആക്ടിവിറ്റിയുടെ സ്റ്റാർട്ട് ടൈം ആൻഡ് ഫിനിഷ് ടൈം ഡിലേ ചെയ്യാം എന്നുള്ളത് തന്നെയാണ് നമ്മൾ ടോട്ടൽ ഫ്ലോട്ട് എന്ന് പറയുന്നത്. ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന LFT മൈനസ് EFT ഓർ LST മൈനസ് EST. ദെൻ നെക്സ്റ്റ് ഇസ് ദി ഫ്രീ ഫ്ലോട്ട്. ഇപ്പൊ ഫ്രീ ഫ്ലോട്ട് എപ്പോഴും PSCക്ക് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അത് റെപ്രസെന്റ് ഒരു ആക്ടിവിറ്റീനെ എത്രത്തോളം നമുക്ക് ഡിലേ ചെയ്യാം വിത്തൗട്ട് ഡിലേയിങ് സക്സീഡിങ് ആക്ടിവിറ്റി. സോ ആ ഒരു സക്സീഡിങ് ആക്ടിവിറ്റി എന്നുള്ളത് കാണുമ്പോൾ ഓർക്കുക അത് ഫ്ലോട്ട് ആണ്. സക്സീഡിങ് ആക്ടിവിറ്റീനെ ഡിലേ ചെയ്യാതെ എത്രത്തോളം ഒരു ആക്ടിവിറ്റീനെ നമുക്ക് ഡിലേ ചെയ്യാം, അതിനെ നമ്മൾ പോർഷൻ ഓഫ് പോസിറ്റീവ് ഫ്ലോട്ട് എന്ന് കൂടി പറയും. അത് PSCക്ക് ചോദിച്ചേക്കുന്നതാണ്. ആൻഡ് ഫ്രീ ഫ്ലോട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്ന് ടോട്ടൽ ഫ്ലോട്ട് മൈനസ് ഹെഡ് സ്ലാക്ക് SJ. ദെൻ ഇൻഡിപെൻഡന്റ് ഫ്ലോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആക്ടിവിറ്റീനെ എത്രത്തോളം it is the excess minimum time available over the required duration of activity ആണ് ഇൻഡിപെൻഡന്റ് ഫ്ലോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ അത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ഫ്രീ ഫ്ലോട്ട് മൈനസ് ടെയിൽ സ്ലാക്ക്, ദാറ്റ് ഇസ് ഫ്രീ ഫ്ലോട്ട് മൈനസ് SI. ദെൻ ഇന്റർഫെറിംഗ് ഫ്ലോട്ട് എന്ന് പറഞ്ഞിട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ ഫ്ലോട്ട് ആൻഡ് ഫ്രീ ഫ്ലോട്ട്. Then കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. സോ ആക്ടിവിറ്റി C has a day 26 LFT and a day 18 EFT. Select the total float for an activity. If എത്രയാണെന്ന് ടോട്ടൽ ഫ്ലോട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. സോ നമുക്ക് ഇക്വേഷൻ അറിയാം, എന്താണ് LFT മൈനസ് EFT ആണ് ടോട്ടൽ ഫ്ലോട്ട് അറിയാം, ഓർ LST മൈനസ് EST ആണ്. ഈ കേസിൽ നമുക്ക് LFT ആൻഡ് EFT തന്നിട്ടുണ്ട്. സോ 26 മൈനസ് 18, സോ നമുക്ക് 8 days ആണ് കിട്ടുക. ആൻസർ ഇസ് D. Then what is a float? നോക്കുക, it is the latest time an activity can be started without affecting the next activity's earlier start. The length of time an activity can be deferred without affecting the project duration. The length of time an activity can be deferred without affecting the next activity's earlier start. The latest time an activity can be started without affecting the project duration. And its answer is B, without affecting, അതായത് ഒരു ആക്ടിവിറ്റിയുടെ ലെങ്ത് ഓഫ് ടൈം നമുക്ക് എത്രത്തോളം ഡിഫർ ചെയ്യാം. ദെൻ സെലക്ട് ദി കറക്റ്റ് ഇക്വേഷൻ ഫോർ കാൽക്കുലേറ്റിംഗ് ദ ടോട്ടൽ ഫ്ലോട്ട്. നമുക്കറിയാം ടോട്ടൽ ഫ്ലോട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വേഷൻ LFT മൈനസ് EFT ഓർ LST മൈനസ് EST. സോ നമുക്ക് അതിൽ തന്നിട്ടുണ്ട് എന്താ LFT മൈനസ് EFT. സോ ഓപ്ഷൻ ഇസ് C. ദെൻ ദ ലെങ്ത് of an activity can be deferred without affecting the earliest start time of an immediate successor activity is called
ഫ്രീ ഫ്ലോട്ട്. എത്രത്തോളം ഒരു ആക്ടിവിറ്റീനെ നമുക്ക് ഡിഫർ ചെയ്യാം അതിന്റെ ഇമ്മീഡിയറ്റ് സക്സസർ ആക്ടിവിറ്റിയുടെ ഏർലിയസ്റ്റ് ടൈമിനെ എഫക്ട് ചെയ്യാതെ, ആൻഡ് ദിസ് ഫ്രീ ഫ്ലോട്ട് ആണ്. Then activity which have zero float are called just critical activities. അത് ഓർത്തിരിക്കുക, float is equal to 0 represent ചെയ്യുന്നതാണ് critical activities. PSC ചോദിച്ചിട്ടുള്ളതാണ്. Then select 2 time estimates that you use to determine the project duration by using PERT. Optimistic and least likely, optimistic and most likely, ideal and pessimistic, most likely and least likely. നമ്മൾ PERT യൂസ് ചെയ്യുന്നതാണ് optimistic and most likely. Answer is D. Then consider an EST of 5 days and duration of 4 days. Now calculate the EFT of the activity. So നമുക്ക് EST തന്നിട്ടുണ്ട് 5 days ആണെന്ന്, അതുപോലെ തന്നെ ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷൻ 4 days ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മുടെ അടുത്ത് EFT കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സോ EFT is equal to EST plus activity duration ആണ്. So EFT is 5 plus activity duration is 4. So 5 plus 4 just 9 days. Answer is B. Then pick up the correct statement from the following. CPM analysis is activity oriented. PERT analysis is event oriented. In CPM, time is related to cost. All of the above. So നമുക്ക് അറിയാം ഇതെല്ലാം correct ആണ്. So answer is option B. Then free float is mainly used to identify the activities which can be delayed without affecting the total float of preceding activity. Identify the activities which can be delayed without affecting the total float of succeeding activity. Then establishing priorities. Identifying the activity which can be delayed without affecting the total float of either the preceding or succeeding activity. But free float approach focus ചെയ്യുന്നത് succeeding activity ആണ്. So this option B. Option B. Then time by which the particular activity can be delayed without affecting the preceding and succeeding activity is known as independent float. അതായത് ആ ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റീനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുള്ളൂ, അത് അതിന്റെ പ്രിസീഡിങ് ആക്ടിവിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യില്ല, അതുപോലെ തന്നെ സക്സീഡിങ് ആക്ടിവിറ്റിക്കും ഇഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. സോ അതിന് പറയുന്നതാണ് ഇൻഡിപെൻഡന്റ് ഫ്ലോട്ട്. Then critical path method is an improvement upon bar chart method, provides a realistic approach to daily problems, avoids delays which are common in bar charts. All of the above. So it is all of the above. Then interfering float is the difference between it is the difference between total float and free float. Then next, independent float affects only that is preceding activity, succeeding activities, particular activity involved, none of the above. So independent float nu kekkumna independent aa oru particular activity ne maatrana affect cheyullu. So it is option C. The time by which an activity completion time can be delayed without affecting the start of succeeding activity. Succeeding activity in effect just free float, option C. Then pick up the current statement from the following. Correct statement: the duration between earliest start time of the preceding event and latest finish time of the succeeding event is called float. Then duration of time by which an activity can be delayed without affecting the succeeding activity is called free float. The difference between total float and free float is called interfering float. All of the above. So പറഞ്ഞ statements എല്ലാം correct ആണ്. Answer is option C. Option D, all of the above. Then for completion of the project, the critical path of the network represents minimum time, maximum cost, minimum cost. Option A, it is minimum time. Then select the correct statement. Activity arrows in a CPM network are drawn to scale. Tail of arrow represents the finish of an activity. Head of an activity represents start of an activity. None of the above. അതൊന്നും കറക്റ്റ് അല്ല. സ്കെയിൽ വെച്ചിട്ടല്ല ടെയിൽ റെപ്രസെന്റ് ചെയ്യുന്ന ഫിനിഷ് അല്ല, ആരോ ഹെഡ് റെപ്രസെന്റ് ചെയ്യുന്ന സ്റ്റാർട്ട് അല്ല. സോ ഇറ്റ് ഇസ് നൺ ഓഫ് ദി അബവ്. ഒന്നും കറക്റ്റ് അല്ല. Then pick up the correct statement from the following. Program evaluation and review technique was event oriented. Program evaluation and review technique was not event oriented. Critical path method is event oriented. Critical path method is okay. The first answer option A ആണ് correct. അതായത് program evaluation and review technique, athayathu PERT is event oriented as CPM is activity oriented, option A. In CPM analysis, emphasis is given to activities, uncertainties are not allowed. Activities are represented by arrows, all the above. So option is D, all the above. Then critical path is always longest, always shortest, maybe longest, maybe shortest. Critical path എന്ന് പറയുന്നത് longest pathനെയാണ്. So it is always longest. Then completion of an activity of CPM network diagram is generally known as
ഇവന്റ്, നോട്ട്, കണക്ട്, ഓൾ ഓഫ് ദി അബവ്. സോ നമ്മൾ എല്ലാ ടേംസിലും നമ്മൾ അതിനെ പറയാറുണ്ട്. ഇവന്റ് എന്ന് പറയാം, നോഡ് എന്ന് പറയാം, ഓൾസോ കണക്ട്. ദ പെർഫോമൻസ് ഓഫ് എ സ്പെസിഫിക് ടാസ്ക് ഇൻ CPM is known as ഡമ്മി ഇവന്റ് ആക്ടിവിറ്റി കോൺട്രാക്ട്. സോ ഓപ്ഷൻ സി എന്താണ്? പെർഫോമൻസ് ഓഫ് ആക്ച്വൽ ടാസ്കിന് നമ്മൾ പറയുന്നതാണ് ആക്ടിവിറ്റി. Start and end of an activity ആണ് നമ്മൾ ഇവന്റ് എന്ന് പറയുന്നത്. Then while scheduling a project by CPM, project is divided into various activities. Required time for each activity is estimated. Network is drawn by connecting the activities and events. All of the above. Option is D. നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്. The difference between the time availed to do a job and the time required to do a job is known as event, float, duration, constraint, which is float. Then CPM is synthesizing the concepts, is built of activities oriented program, is based on time estimate, and it is all of the above an answer. Then critical path network helps an engineer to concentrate the attention on critical activities, to divert the resources from non-critical advanced activities to critical activities. Then to be cautious for avoiding any delay in critical activities, to avoid delay of all the project, and all of the above. An option is D. Then critical path lies along the activities having total float, പോസിറ്റീവ്, നെഗറ്റീവ്, 0 ആൻഡ് സെയിം. അപ്പോൾ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറഞ്ഞാൽ ഫ്ലോട്ട് ഈക്വൽ ടു 0 വരുന്നതാണ്. സോ ഓപ്ഷൻ സി. ദെൻ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി ഹാസ് മാക്സിമം ഫ്ലോട്ട്, മിനിമം ഫ്ലോട്ട്, 0 ഫ്ലോട്ട്, നൺ ഓഫ് ദിസ്. അത് പറഞ്ഞു 0 ഫ്ലോട്ട് വരുന്ന സെയിം തന്നെ 0 ഫ്ലോട്ട് വരുന്നതാണ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റി. സോ ഓപ്ഷൻ സി. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ആണ് ക്രാഷിംഗ് ആൻഡ് ടൈം കോസ്റ്റ് ട്രേഡ് ഓഫ്. സോ ക്രാഷിംഗ് എന്ന് പറയുന്നു. സോ നമുക്ക് എപ്പോഴും എന്തിനാണ് ക്രാഷിംഗ് ചെയ്യുന്നത് വെച്ചാൽ ഒരു ഒപ്റ്റിമം ടൈം കോസ്റ്റ് റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രാഷിംഗ് ചെയ്യുന്നത്. ആൻഡ് CPM എന്നൊരു ടൈം കോസ്റ്റ് എസ്റ്റിമേറ്റ് കൂടി നമുക്ക് അതിൽ നിന്നും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഓവറോൾ പ്രോജക്റ്റ് ഡ്യൂറേഷൻ റെഡ്യൂസ് ചെയ്യുന്നു. നമ്മൾ അഡീഷണൽ റിസോഴ്സസും കൊടുത്തിട്ട് അല്ലെങ്കിൽ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് റിലാക്സ് ചെയ്ത് ഓവറോൾ പ്രോജക്റ്റ് ഡ്യൂറേഷനെ റെഡ്യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ ക്രാഷിംഗ് എന്ന് പറയുന്നത്. സോ ഓവറോൾ പ്രോജക്റ്റ് ഡ്യൂറേഷൻ ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ റെഡ്യൂസിങ് ഡ്യൂറേഷൻ ഓഫ് ഓൺലി ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ഓഫ് ദി നെറ്റ്വർക്ക്. അപ്പം ക്രാഷിംഗിൽ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസിൻ്റെ ആണ് നമ്മൾ ഡ്യൂറേഷൻ റെഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഓവറോൾ പ്രോജക്റ്റ് ഡ്യൂറേഷൻ റെഡ്യൂസ് ചെയ്യുകയാണ്, എക്സ്ട്രാ റിസോഴ്സസും കൊടുത്ത് അതുപോലെ തന്നെ വേണമെങ്കിൽ കുറച്ച് ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് റിലാക്സ് ചെയ്യും. സോ ഒപ്റ്റിമം ഡ്യൂറേഷൻ ഗീവ്സ് ഒപ്റ്റിമം കോസ്റ്റ്. ആ ഒരു പ്രോജക്റ്റിന്റെ ഒപ്റ്റിമം കോസ്റ്റ് തരുന്നത് ഒപ്റ്റിമം ഡ്യൂറേഷൻ ആയിരിക്കും. ദെൻ നോൺ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് നമ്മൾ സ്പീഡപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ആൻഡ് ക്രാഷിംഗ് വൺ ആക്ടിവിറ്റി അറ്റ് എ ടൈം ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ആൻഡ് ആക്ടിവിറ്റി വിത്ത് ലോവസ്റ്റ് കോസ്റ്റ് സ്ലോപ്പ് ഇൻ ദി ക്രിട്ടിക്കൽ പാത്ത് ഇസ് ക്രാഷ്ഡ് ഫസ്റ്റ്. അപ്പൊ PSCക്ക് എപ്പോഴും ചോദിക്കാറുള്ളതാണ്, ഏറ്റവും ആദ്യം ക്രാഷ് ചെയ്യുന്നത് ലോവസ്റ്റ് കോസ്റ്റ് സ്ലോപ്പ് ഉള്ള ആക്ടിവിറ്റി ആണ്. അതുപോലെ തന്നെ ക്രിട്ടിക്കൽ പാത്തിലുള്ള ആക്ടിവിറ്റി, ആ ക്രിട്ടിക്കൽ പാത്തിലുള്ള ലോവസ്റ്റ് കോസ്റ്റ് സ്ലോപ്പ് ഉള്ള ആക്ടിവിറ്റിനെയാണ് നമ്മൾ ആദ്യം ക്രാഷ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ നമുക്കറിയാം എന്താ, ഡയറക്റ്റ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും നോർമൽ ടൈമിൽ, അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് കോസ്റ്റ് ഡിക്രീസ് ചെയ്യും ദാൻ നോർമൽ ടൈം വൈൽ ക്രാഷിംഗ്. ആൻഡ് എല്ലാ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസും അതിന്റെ ഫുള്ളസ്റ്റ് ഡ്യൂറേഷനിൽ നമുക്ക് ക്രാഷ് ചെയ്യുന്നത് അത്രയ്ക്കും പ്രോഫിറ്റബിൾ അല്ല. സോ നമ്മൾ ആ ഒരു അസെൻഡിങ് ഓർഡർ ഓഫ് കോസ്റ്റ് സ്ലോപ്പിന്റെ ഓർഡറിൽ ക്രിട്ടിക്കൽ പാർട്ടിലുള്ളത് നമ്മൾ ക്രാഷ് ചെയ്ത് പോകും. ദെൻ പ്രോജക്ട് കോസ്റ്റ് നമുക്കറിയാം, ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കോസ്റ്റ് പ്ലസ് ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണ്. ആൻഡ് ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ നമുക്ക് അസസ് ചെയ്യാം. അസസ്സാരുടെ ഹോൾഡാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ചാർജസ്, എസ്റ്റാബ്ലിഷ്മെന്റ് ചാർജസ്, സൂപ്പർവിഷണൽ ചാർജസ്, അങ്ങനത്തെ ചാർജസ് കൂടുന്നതാണ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. ഇതാണ് ഇൻഡയറക്റ്റ് കോസ്റ്റിനെ നമുക്കറിയാം, നമുക്ക് മനസ്സിലാവും. അതായത് ടൈം ഇൻക്രീസ് ചെയ്യുന്ന വെച്ചിട്ട് എന്താ, ഇൻഡയറക്റ്റ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും അറ്റ് എ കോൺസ്റ്റന്റ് റേറ്റ്. ദെൻ ഡയറക്റ്റ് കോസ്റ്റിന്റെ കർവ് ആണ് തന്നിരിക്കുന്നത്, നമുക്ക് മനസ്സിലാവും. അതായത് ഡ്യൂറേഷൻ ഒരുപാട് കുറച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും. ആൻഡ് അത് ഡയറക്റ്റ്ലി, അതായത് ഡയറക്റ്റ് കോസ്റ്റിൽ വരുന്നത് നമ്മുടെ ലേബർ കോസ്റ്റ്, മെറ്റീരിയൽ കോസ്റ്റ്, എക്യുപ്മെന്റ് കോസ്റ്റ് ഒക്കെയാണ് വരുന്നത്. സോ ഇനി നമ്മൾ ഡയറക്റ്റ് കോസ്റ്റിന്റെ കർവ് എടുക്കുകയാണ്, അതായത് കോസ്റ്റ് സ്ലോപ്പ് എടുക്കുകയാണ്. സോ ഇതിൽ നമുക്കറിയാം ഇതാണ് നമ്മുടെ നോർമൽ, നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഡ്യൂറേഷൻ, അതാണ് നോർമൽ ഡ്യൂറേഷൻ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോസ്റ്റ് ആണ് നോർമൽ കോസ്റ്റ്. ഇനി നമ്മുടെ ക്രാഷ് കോസ്റ്റ് എന്ന് പറയുന്നത്, ഇനി അടുത്തത് നമ്മുടെ ക്രാഷ് ഡ്യൂറേഷൻ ആണ്. ക്രാഷ് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ റിസോഴ്സസ് ഡിപ്ലോയ് ചെയ്ത് നമ്മുടെ ഡ്യൂറേഷൻ, പ്രോജക്റ്റിന്റെ ഡ്യൂറേഷൻ കുറയ്ക്കുക, അതിനാണ്
ക്രാഷ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോസ്റ്റ് ആണ് ക്രാഷ് കോസ്റ്റ് വരുന്നത്. സോ അതാണ് പറഞ്ഞിരിക്കുന്നത്. നോർമൽ ടൈം എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ടൈം നമ്മൾ അലൗ ചെയ്യുന്നത്. ക്രാഷ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം പോസിബിൾ ടൈം, ഒരു ആക്ടിവിറ്റീനെ നമുക്ക് എത്രത്തോളം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിനിമം പോസിബിൾ ടൈം ബൈ ഡിപ്ലോയിങ് എക്സ്ട്രാ റിസോഴ്സസ്. അതിൽ കുറവ്, ഈ ക്രാഷ് ടൈമിൽ കുറവ് നമുക്കൊരു ആക്ടിവിറ്റീനെ ഷോർട്ടൻ ചെയ്യാൻ കഴിയില്ല. ദെൻ നോർമൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ direct cost associated with normal time, and crash cost എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is direct cost associated with crash time. നമ്മൾ അടുത്ത ടേം വരുന്നതാണ് കോസ്റ്റ് ലോപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്യാണ്. കോസ്റ്റ് ലോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is crash cost minus normal cost by normal time minus crash time. ഇത് CC minus CN by TN minus TC. എപ്പോഴും PSCക്ക് ചോദിക്കാറുള്ളതാണ് കോസ്റ്റ് ലോപ്പ്. ഈ കോസ്റ്റ് ലോപ്പ് ലീസ്റ്റ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ പാത്തിലുള്ള കോസ്റ്റ് ലോപ്പ് ലീസ്റ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റി ആണ് നമ്മൾ ആദ്യം ക്രാഷ് ചെയ്യുന്നത്. ഇതാണ് ആ ഒരു ടൈം വരുന്നത്. നമ്മുടെ ടോട്ടൽ കോസ്റ്റ് ആൻഡ് ഡ്യൂറേഷൻ്റെ കർവ് ആണ് വരുന്നത്. സോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നതാണ് എന്താ ഒപ്റ്റിമം ഡ്യൂറേഷൻ വരുന്നത്. ഒപ്റ്റിമം ഡ്യൂറേഷൻ വരുന്നതാണ് നമ്മുടെ എന്താ ഒപ്റ്റിമം കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആൻഡ് ഈ ഒരു ഡയറക്റ്റ് കോസ്റ്റിന്റെ കർവ് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്തിട്ടാണ് എന്താ ഈ ഒരു കോസ്റ്റ് ലോപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ടൈം കോസ്റ്റ് ട്രേഡ് ഓഫിന്റെ കർവ് വരുന്നതാണ്. അതായത് മിനിമം കോസ്റ്റ് വരുന്നത് എപ്പോഴാണ് ഒപ്റ്റിമം കോസ്റ്റ് വരുന്നത്? ഒപ്റ്റിമം പ്രൊജക്ട് ടൈമിലാണ് വരുന്നത്. നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാണ് നമ്മുടെ ടോട്ടൽ കോസ്റ്റിന്റെ കർവ്. ഇതാണ് ഇൻഡയറക്റ്റ് കോസ്റ്റിന്റെ കർവ്, ഇതാണ് ഡയറക്റ്റ് കോസ്റ്റിന്റെ കർവ്. നമുക്കറിയാം ടൈം കുറയുന്നോറും ഇൻഡയറക്റ്റ് കോസ്റ്റും കുറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ ടൈം കൂടുന്തോറും എന്താ ഡയറക്റ്റ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു മിനിമം ടൈമാണ് എന്താ നമ്മുടെ ഒപ്റ്റിമം പ്രൊജക്ട് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. Then കുറച്ച് questions discuss ചെയ്യാം. So what is crashing? Using more time to complete activities not on the critical path, using more resources to complete activities on the critical path, using fewer activities to shorten the overall project duration, using fewer resources to complete activities on the critical path. അപ്പോൾ പറഞ്ഞു എന്താ ക്രിട്ടിക്കൽ പാത്തിലെ ആക്ടിവിറ്റീസിന്റെ ഡ്യൂറേഷൻ കുറയ്ക്കുകയാണ്, മോർ റിസോഴ്സസ് കൊടുത്ത്, അതിനാണ് ക്രാഷിംഗ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ഇസ് ബി, യൂസിങ് മോർ റിസോഴ്സസ് ടു കംപ്ലീറ്റ് ആക്ടിവിറ്റീസ് ഓൺ ദി ക്രിട്ടിക്കൽ പാത്ത്. Then in time cost optimization of the project, crashing is done on all the activities lying on the critical path, only on the activities lying on the original critical path and having flatter cost lobes on original critical activities, and those that become critical at any stage of crashing in the order of ascending cost lobe. Option D ആണ്. അതായത് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് നമ്മൾ ക്രാഷ് ചെയ്യാൻ തുടങ്ങുമ്പോൾ പാരലൽ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ക്രിയേറ്റഡ് ആവും. സോ അതിനെ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ക്രാഷ് ചെയ്ത് പോകും. സോ ദിസ് option D. Then in the time cost optimization using CPM method for network analysis, the crashing of the activities along the critical path is done starting with the activity having longest duration, highest cost lobe, least cost lobe, shortest duration. Option C, least cost lobe ഉള്ള critical activity നെയാണ് നമ്മൾ ആദ്യം crash ചെയ്യുന്നത്. Then the time with which the direct cost does not reduce with the increase in time is known as, അതായത് it is option B, normal time. The time corresponding to minimum total project cost is, അതായത് മിനിമം ടോട്ടൽ പ്രോജക്ട് കോസ്റ്റ് വരുന്നത് ക്രാഷ് ടൈം, നോർമൽ ടൈം, ബിറ്റ്വീൻ നോർമൽ ടൈം ആൻഡ് ക്രാഷ് ടൈം. അപ്പൊ നമുക്ക് അറിയാം എന്താ ഇറ്റ് ഈസ് മിനിമം കോസ്റ്റ് വരുന്നത് എവിടെയാ ബിറ്റ്വീൻ നോർമൽ ടൈം ആൻഡ് ക്രാഷ് ടൈമിന്റെ ഇടയ്ക്കാണ് എന്താ ഒപ്റ്റിമം ഡ്യൂറേഷൻ അല്ലെങ്കിൽ മിനിമം ഡ്യൂറേഷൻ വരുന്നത്. Total project cost വരുന്നത്. Then direct cost of the project with respect to normal time is minimum, maximum, zero, infinite. It is minimum. Direct cost of a project with respect to normal time is minimum. Then economic saving of time results by crashing. Cheapest critical activity, cheapest non-critical activity, costlier critical activity and costlier non-critical activity. അതായത് least cost ഉള്ള ആക്ടിവിറ്റി ആണ് നമ്മൾ ആദ്യം ക്രാഷ് ചെയ്യുന്ന എക്കണോമിക് ആവുന്നത്. സോ ഇറ്റ് ഇസ് ചീപ്പസ്റ്റ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റി ആണ് ആൻസർ. ദെൻ റിഡക്ഷൻ ഓൺ പ്രോജക്ട് ടൈം നോർമലി റിസൾട്ട്സ് ഇൻ ഡിക്രീസിംഗ് ദി ഡയറക്ട് കോസ്റ്റ് ആൻഡ് ഇൻക്രീസിംഗ് ദി ഇൻഡയറക്ട് കോസ്റ്റ്, ഇൻക്രീസിംഗ് ദി ഡയറക്ട് കോസ്റ്റ് ആൻഡ് ഡിക്രീസിംഗ് ദി ഇൻഡയറക്ട് കോസ്റ്റ്, ഇൻക്രീസിംഗ് ദി ഡയറക്ട് കോസ്റ്റ് and indirect cost both, decreasing direct cost and indirect cost, indirect cost both. So
സോ അത് നമ്മൾ ഗ്രാഫ് പറഞ്ഞിരുന്നു. അതായത് എന്താ, ഇറ്റ് ഇസ് ഓപ്ഷൻ ബി. അതായത് ക്രാഷും ചെയ്യുമ്പോൾ എന്താ, അതായത് ഇൻക്രീസ് ഇൻ ഡയറക്ട് കോസ്റ്റും അതുപോലെ ഡിക്രീസ് ഇൻ ഇൻഡയറക്ട് കോസ്റ്റ്. ദെൻ ക്രാഷ് പ്രോജക്ട് ഡ്യൂറേഷൻ വാസ് ഒബ്റ്റെയിൻഡ് ബൈ സമ്മിങ് normal duration for all activities, crash duration for all activities, crash duration for all the activities along the critical path obtained by taking into account the normal duration of all the activities, crash duration for all the activities along the critical path obtained by taking into account the crash duration for all the activities. So it is option D. The next topic is resource allocation. So നമുക്ക് കൺസ്ട്രക്ഷൻ ഷെഡ്യൂളിംഗ് 2 ടൈപ്സ് ഉണ്ട്, ടൈം ഓറിയന്റഡ് ആൻഡ് റിസോഴ്സ് ഓറിയന്റഡ്. അപ്പോൾ ടൈം ഓറിയന്റഡ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ ബാർ ചാർട്ട് മെത്തേഡ്, മൈൽ സ്റ്റോൺ ചാർട്ട്സ്, നെറ്റ്വർക്ക് അനാലിസിസ് ഒക്കെ ടൈം ഓറിയന്റഡ് ആയിരുന്നു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിസോഴ്സ് ഓറിയന്റഡ് ആണ്. സോ റിസോഴ്സ് അലോക്കേഷൻ നമുക്ക് വേരിയസ് റിസോഴ്സസ് ഉണ്ട്. ഏതൊരു പ്രൊജക്റ്റ് ആണെങ്കിലും ഫിസിക്കൽ വേരിയബിൾസ് ലൈക്ക് മെൻ, മെറ്റീരിയൽസ്, മെഷീനറി, സ്പേസ്, മണി എല്ലാം ഉണ്ട്. സോ ഇതിനെല്ലാം എന്താ നമ്മൾ പ്രോപ്പറായിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒപ്റ്റിമം അലോക്കേഷൻ നടത്തണം. സോ നമ്മൾ ഈ ഒരു നെറ്റ്വർക്ക് അനാലിസിസിലൊക്കെ അസ്യൂം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിസോഴ്സസ് അൺലിമിറ്റഡ് ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. പക്ഷെ ആക്ച്വൽ കേസിൽ റിസോഴ്സസ് റെസ്ട്രിക്റ്റഡ് ആൻഡ് ലിമിറ്റഡ് ആയിരിക്കും. സോ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഷെഡ്യൂളിംഗ് ചെയ്യണം ഈ ഓരോ റിസോഴ്സസിന് വേണ്ടിയിട്ട്, സോ ദാറ്റ് നമുക്ക് വേസ്റ്റേജ് ഓഫ് റിസോഴ്സസ് അവോയ്ഡ് ചെയ്യാം, വേസ്റ്റേജ് ആൻഡ് ഐഡിയൽ റിസോഴ്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. സോ നമുക്ക് 2 ടൈപ്സ് ഉണ്ട് റിസോഴ്സ് അലോക്കേഷൻ. ഇറ്റ് ക്യാൻ ബി ബേസ്ഡ് ഓൺ റിസോഴ്സ് ലെവലിംഗ് ആൻഡ് റിസോഴ്സ് സ്മൂത്തിങ്. ആൻഡ് റിസോഴ്സ് ലെവലിംഗ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിസോഴ്സ് ലിമിറ്റഡ് ആയിട്ടുള്ള കേസിൽ നമുക്കിപ്പം ഒരു പെർട്ടിക്കുലർ റിസോഴ്സ് ഒരു പെർട്ടിക്കുലർ എമൗണ്ടിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ചെയ്യുന്നതാണ് റിസോഴ്സ് ലെവലിംഗ്. ഇനി റിസോഴ്സ് അൺലിമിറ്റഡ് ആയിട്ടുള്ള കേസിലാണ് നമ്മൾ റിസോഴ്സ് സ്മൂത്തിങ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റിസോഴ്സ് ലെവലിംഗിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡ്യൂറേഷൻ, ടോട്ടൽ പ്രോജക്റ്റ് ഡ്യൂറേഷൻ ചേഞ്ച് ആവാം. പക്ഷേ റിസോഴ്സ് സ്മൂത്തിങ്ങിൽ നമ്മൾ ടോട്ടൽ പ്രോജക്റ്റ് ഡ്യൂറേഷൻ മിനിമം ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൽ ആക്ടിവിറ്റീസ് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ഫ്ലോട്ടിൻ്റെ ഉള്ളിൽ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. ദെൻ ഒരു പ്രിസ്ക്രൈബ്, അതായത് ലെവലിംഗ് എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ആണെന്നാ പറഞ്ഞത്. ഇപ്പൊ ലിമിറ്റഡ് കേസ് ആവുമ്പോൾ എന്താ, ആ ഒരു പ്രിസ്ക്രൈബ്ഡ് ലെവലിൽ കൂടുതൽ ആ ഒരു ഡിമാൻഡ് പോകരുത് സർട്ടൻ സ്പെസിഫിക് റിസോഴ്സസിന്റെ കേസിൽ. സോ അവൈലബിൾ റിസോഴ്സസ് മാക്സിമം റിക്വയർമെന്റ്സിനേക്കാളും ആണെങ്കിൽ എന്ത് ചെയ്യാം, ആ ഒരു ആക്ടിവിറ്റി ലാർജർ ഫ്ലോട്ട് വരുന്ന ആക്ടിവിറ്റിയിൽ നമുക്ക് വേണമെങ്കിൽ, ലാർജർ ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമുക്ക് അത്രത്തോളം ഡിലേ ചെയ്യാം. ഫ്ലോട്ട് കൂടുന്തോറും എന്താ, നമുക്ക് അത്രത്തോളം ഡിലേ ചെയ്യാം ആക്ടിവിറ്റീനെ. സോ നമുക്ക് ആ ഒരു ലാർജർ ഫ്ലോട്ടുള്ള ആക്ടിവിറ്റീനെ ഡിലേ ചെയ്യാം. ദെൻ റിസോഴ്സ് സ്മൂത്തിങ്ങിന്റെ കേസിൽ പറഞ്ഞ പോലെ എന്താ, അൺലിമിറ്റഡ് ആണ്, റിസോഴ്സസ് അൺലിമിറ്റഡ് ആണ്. നമ്മളൊരു റീഷെഡ്യൂൾ ചെയ്യാണ്, പെർട്ടിക്കുലർ റിസോഴ്സ് എന്താ ഒരു അവൈലബിൾ ലിമിറ്റ് ഓഫ് റിസോഴ്സസിനേക്കാളും ക്രോസ് ചെയ്യാത്ത രീതിയിലാണ് ഡിമാൻഡ്. ദെൻ പ്രോജക്ട് ഡ്യൂറേഷൻ മിനിമം ലെവലിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്, സ്മൂത്തൻ ചെയ്യുകയാണ്. സോ റിസോഴ്സ് ലെവലിംഗ് പറഞ്ഞിട്ട് മെയിൻ കൺസ്ട്രെയിൻ റിസോഴ്സ് അവൈലബിലിറ്റി ആണ്. അൺലിമിറ്റഡ് റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. റിസോഴ്സ് സ്മൂത്തിങ്ങിലാണെങ്കിൽ കൺസ്ട്രെയിൻ ടൈം ആയിരിക്കും. ഡ്യൂറേഷൻ പ്രോജക്റ്റ് എൻഡ് ഡേറ്റ് ചേഞ്ച് ചെയ്യാം ലെവലിംഗിൽ, പക്ഷേ റിസോഴ്സ് സ്മൂത്തിങ്ങിൽ എൻഡ് ഡേറ്റ് ചേഞ്ച് ചെയ്യില്ല. ഓവറോൾ പ്രോജക്റ്റ് ഡിലേ ചെയ്യാം, മറ്റേതിൽ എന്താ എൻഡ് ഡേറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. സോ ഓവറോൾ പ്രോജക്റ്റ് കോസ്റ്റ് നമുക്ക് ഡിലേ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇൻഡിവിജ്വലി ആക്ടിവിറ്റീസ് എന്താ അതിന്റെ അവൈലബിൾ ഫ്ലോട്ടിൽ നമുക്ക് ഡിലേ ചെയ്യാം. ദെൻ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസിലാണ് നമ്മൾ ചെയ്യുന്നത്. റിസോഴ്സ് സ്മൂത്തിങ് കനോട്ട് ബി ഡൺ ക്രിട്ടിക്കൽ പാത്തിൽ ചെയ്യാൻ പറ്റില്ല. ദെൻ ചേഞ്ചസ് ആർ അലൗഡ് to critical path, then changes are not allowed in critical path ആണ് റിസോഴ്സ് സ്മൂത്തിങ്ങിൽ. ദെൻ റിസോഴ്സസ് ഓവർ അലോക്കേറ്റഡ് ആവുന്ന കേസിൽ ആണ് നമ്മൾ റിസോഴ്സ് ലെവലിംഗ് ചെയ്യുന്നത്. ഓവർ അലോക്കേറ്റഡ് ആണെങ്കിൽ എന്താ, നമുക്ക് ഓവർ അലോക്കേറ്റഡ് ആണെങ്കിൽ അത്രയും റിക്വയർമെന്റ് ഇല്ലെങ്കിൽ എന്താ, നമുക്ക് എത്രയാണ് പെർട്ടിക്കുലർ റിക്വയർമെന്റിലോട്ട് നമുക്ക് അതിനെ കട്ട് ഷോട്ട് ചെയ്യാം. ദെൻ റിസോഴ്സ് സ്മൂത്തിങ്ങിലാണെങ്കിൽ അൺഈവൻലി അലോക്കേറ്റ് ചെയ്തേക്കുന്ന കേസിൽ, ഒരു പെർട്ടിക്കുലർ റിസോഴ്സ് അൺഈവൻലി അലോക്കേറ്റ് ചെയ്തേക്കുന്ന കേസിലാണ് എന്താ റിസോഴ്സ് സ്മൂത്തിങ് ചെയ്യുന്നത്. സോ റിസോഴ്സ് കൺസ്ട്രെയിൻ ഷെഡ്യൂൾ എന്നാണ് നമ്മൾ റിസോഴ്സ് ലെവലിംഗിനെ പറയുന്നത്. റിസോഴ്സ് ആണ് കൺസ്ട്രെയിൻ, റിസോഴ്സ് സ്മൂത്തിങ്ങിൽ ടൈം ആണ് കൺസ്ട്രെയിൻ. സോ ഇറ്റ് ഇസ് ടൈം കൺസ്ട്രെയിൻ ഷെഡ്യൂളിംഗ് എന്നാണ് റിസോഴ്സ് സ്മൂത്തിങ്ങിനെ പറയുന്നത്. ഇതാണ് ഒരു ഹിസ്റ്റോഗ്രാം, റിസോഴ്സ് ലെവലിംഗ് ആൻഡ് റിസോഴ്സ് സ്മൂത്തിങ്ങിന്റെ ഹിസ്റ്റോഗ്രാം ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിൽ നമുക്ക് കാണാൻ പറ്റും എന്താ, നമ്മൾ 40 hours ആ ഒരു ടൈമിലാണ് എന്താ നമുക്ക് ആ ഒരു റിസോഴ്സ് കൺസ്ട്രെയിൻ വരുന്നപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ലെവലിലോട്ട് നമ്മൾ ആ ഒരു റിസോഴ്സസിനെ നമ്മൾ ലെവൽ ചെയ്തെടുക്കുക. ഇതിൽ നമുക്ക് എന്താ പ്രൊജക്ട് ഡ്യൂറേഷൻ വേണമെങ്കിൽ
ചേഞ്ച് ആവാം. റിസോഴ്സ് സ്മൂത്തിങ്ങിൽ എന്താ അൺഈവൻ ആയിട്ട് അലോക്കേറ്റ് ചെയ്തേക്കുന്നതിനെ നമുക്ക് എന്താ ഒരു സ്മൂത്ത് ആയിട്ട് ഈവൻ അലോക്കേഷൻ നടത്താം. ഡ്യൂറേഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇതിൽ ടൈം ആണ് കൺസ്ട്രെയിൻ. റിസോഴ്സ് സ്മൂത്തിങ്ങിൽ ടൈം ആണ് കൺസ്ട്രെയിൻ. റിസോഴ്സ് ലെവലിംഗിൽ റിസോഴ്സ് ആണ് കൺസ്ട്രെയിൻ. ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. So in resource leveling, the total duration of project is reduced, total duration of project is increased, uniform demand of resources achieved, cost of project is controlled. So it can be either increased or decreased. Resource total project duration vary ചെയ്യാമെന്നാ പറഞ്ഞേന്. So it is in the uniform demand of resources achieved. Option C ആണ് answer. Then constraints in the case of resource smoothing operation would be resources, project duration time, both resources and project duration, none of the above. But resource smoothing la constraint, it is project duration. Resource leveling la constraint is resources. Then the process of incorporating changes and rescheduling or replanning is called resource leveling, resource smoothing, updating, and critical path scheduling. Option is C, updating. അപ്ഡേറ്റിങ്ങിനെയാണ് നമ്മൾ ആ ഒരു പ്രോസസ്സിനെ ഓഫ് ആ ഒരു ചേഞ്ചസിനെ ഇൻകോപ്പറേറ്റ് ചെയ്ത് റീഷെഡ്യൂൾ ചെയ്യുന്നതിനാണ് എന്താ പ്രൊജക്ട് അപ്ഡേറ്റിംഗ് എന്ന് പറയുന്നത്. ആൻഡ് അപ്ഡേറ്റിംഗ് മേ റിസൾട്ട് ഇൻ ചേഞ്ച് ഓഫ് ക്രിട്ടിക്കൽ പാത്ത്, decrease of project completion time, increase of project completion time, or all of the above. So it is option D. നമ്മളൊരു പ്രോജക്റ്റ് അപ്ഡേറ്റ് ചെയ്താൽ അതിൻ്റെ ടൈം എല്ലാം ചേഞ്ച് ആവും. സോ ക്രിട്ടിക്കൽ പാത്ത് ചേഞ്ച് ആവാം. നമുക്ക് അതുപോലെ തന്നെ പ്രോജക്റ്റ് ഡ്യൂറേഷൻ ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ചെയ്യാം. സോ അത് ഡിപ്പെൻഡിങ് ഓൺ നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ അതിനെ റീഷെഡ്യൂൾ ചെയ്യുക. അത് ഇൻക്രീസ് ചെയ്താണോ ഡിക്രീസ് ചെയ്തോ അങ്ങനെ റീഷെഡ്യൂൾ ചെയ്യുക. സോ ആൻസർ ഇസ് ഓൾ ഓഫ് ദി എബോവ്. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് വരുന്നത്. So thank you.